നേർച്ച നേർന്നിട്ട് നിറവേറ്റിയില്ലെങ്കിൽ ദൈവത്തെ കളിയാക്കുക. നേർച്ച നേർന്നപ്പം പൈസയുണ്ട്, വീട്ടേണ്ടി വന്നപ്പോൾ പൈസ ഇല്ലാതെ പോയി, അതുകൊണ്ട് വീട്ടിയില്ലെങ്കിൽ ആ നേർച്ചക്കടം ബാധകമല്ല. പക്ഷേ കയ്യിലുണ്ടായിട്ടും അത് വീട്ടിയില്ലെങ്കിൽ അത് പാപമാണ്, അത് വാഗ്ദാന ലംഘനമാണ്, വാക്കുപാലിക്കാത്തതാണ്. എൻ്റെ മോൻ +2 പാസ്സാവുകയാണെങ്കിൽ, എൻ്റെ മോൾ +2 പാസ്സാവുകയാണെങ്കിൽ വേളാങ്കണ്ണി പോയി കുർബാന ചൊല്ലിക്കാവുന്നൊരു നേർച്ച നേർന്നു. +2 ഡിഗ്രിയും കഴിഞ്ഞിട്ടും ഇതുവരെ നേർച്ച നിറവേറ്റിയിട്ടില്ല. കാശുണ്ട്, സമയം കിട്ടിയില്ല, നീട്ടി പോവുക. അങ്ങനെ വരുമ്പോൾ ആ പൈസയോട് ചേർന്നിരിക്കുന്ന കുറേ പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് വെറുതെ ചോർന്നു പോകും, ആശുപത്രി മരുന്നിന് പോകും. കാരണം വാഗ്ദാന ലംഘനത്തിന് തിരിച്ചടിയാണ്. ദൈവം ശിക്ഷിക്കുന്നതല്ല. നേർച്ച നേർന്നു നിറവേറ്റണം. വേളാങ്കണ്ണി പോകുന്ന ഒരാളുടെ കയ്യിൽ വണ്ടിക്കൂലിയും കുർബാന പണവും നേർച്ചയിടാനുള്ളതും കൂടി കൊടുത്തേപ്പിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് തമ്പുരാന് കൊടുത്ത വാഗ്ദാനം ആ പൈസ അങ്ങ് മാറിപ്പോകുമ്പോഴാണ് നേർച്ചകടങ്ങൾ പൂർത്തിയാവുക. ഇനി വേളാങ്കണ്ണി പോയി നേർച്ചയിടാമെന്ന് പറഞ്ഞു, പോകാൻ പറ്റിയില്ല, എന്നാൽ എൻ്റെ പള്ളിയിൽ ഇട്ടേക്കാമെന്ന് പറഞ്ഞാൽ നേർച്ചക്കടം വീഴുകയല്ല, കടമായിട്ട് കിടക്കും. 1000 രൂപ പള്ളിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നാത്തിനാ പള്ളിക്ക് 2 പിള്ളേരെ പഠിപ്പിക്കാൻ കൊടുക്കാം. പിള്ളേരെ പഠിപ്പിക്കാം, അത് ഔദാര്യം. നേർച്ചക്കടം മാറിയല്ല. നേർന്ന നേർച്ച അതുപോലെ നിറവേറ്റണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കും. ചിലവർ എൻ്റെ അച്ചു നൊമ്പരം വന്നപ്പോൾ നേർന്നു പോയി, നൊമ്പരം തീർന്നപ്പോൾ മറന്നും പോയി. അത് ശരിയല്ലല്ലോ. പറ്റുന്ന നേർച്ചയെ നേരാവും. നിങ്ങളുടെ കയ്യിൽ ചെറിയ ചൊറി വരുമ്പം നെല്ലിയടക്കത്തെ വീട്ടിൽ നിന്ന് ചുമ്മാ നേർന്നേക്കല്, ഈശോയെ ഈ ചൊറി ഭേദപ്പെടുവാണെങ്കിൽ യോർദാൻ നദി പോയി മുങ്ങിക്കോളാം, അങ്ങനെ പറഞ്ഞേക്കല്ലേ. പറ്റുന്നതേ പറയാവൂ. എൻ്റെ കർത്താവേ ഇത് ഭേദപ്പെടുവാണെങ്കിൽ ചന്ദ്രികാസോപ്പ് പതച്ച് തേക്കുമ്പോൾ നിന്നെ ഓർത്തുകൊണ്ട് കുളിച്ചോളാം, അത്രയും പറഞ്ഞാൽ മതി. നേർച്ചകരങ്ങൾ നിറവേറ്റണം. കർത്താവിൻ്റെ നാമം, കർത്താവിനെ കളിയാക്കരുത്, വൃഥാ പ്രയോഗിക്കരുത്. കുടുംബത്തിൽ ഇത് പറയാൻ ഒരു ഭാര്യയ്ക്ക് പറ്റണം, ഇത് പറയാൻ ഒരമ്മയ്ക്ക് പറ്റണം, ഇത് പറയാൻ ഒരു ഭർത്താവിന് പറ്റണം, ഇത് പറയാൻ ഒരു പിതാവിന് പറ്റണം. തേനും പാലും ഒഴുകുന്ന അനുഭവം, അപ്പോൾ വീട് ഒരു കാനാൻ ദേശമായി മാറും. ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കണം. അത് കഴിഞ്ഞുള്ളൂ സീരിയൽ, സിനിമ, കളികൾ. 1ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ എൻ്റെ അമ്മയുടെ ആങ്ങളെ രാത്രിയിൽ ഫോണിൽ വിളിച്ചു. അപ്പം അമ്മാവൻ പറഞ്ഞു, മോനെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാവോ. ഞാനും മോൻ്റെ അമ്മായിയും കൂടി പരസ്പരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു തമ്മിൽ കാണുക. പിന്നെ ഞാൻ മനസ്സിലായത് ഒരു സീരിയലിൻ്റെ പേരായിരുന്നു പരസ്പരം. പ്രാർത്ഥനാ സമയങ്ങൾ സീരിയൽ മോഷ്ടിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുക. അപ്പോൾ ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുക, തമ്പുരാന് പ്രഥമമായ സ്ഥാനം കൊടുക്കുന്ന ഒന്നായിട്ട് കുടുംബം മാറുക. ദൈവത്തിന് 1ാം സ്ഥാനം. അങ്ങനെ 1ാം സ്ഥാനം കൊടുക്കുമ്പോൾ ദമ്പതികൾ പരസ്പരം 3 വാക്കുകൾ മാറി മാറി പറയണമെന്നാണ് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്യുക. 3 വാക്കുകൾ പറയാൻ ഭാര്യ ഭർത്താക്കന്മാർ പിശുക്ക് കാണിക്കരുത്. 1 പ്ലീസ്, 2 സോറി, 3 താങ്ക് യു. ഈ 3 വാക്കുകൾ കുടുംബത്തിൽ വേണം. മത്തായി 19:6 ചുറ്റിയ പാമ്പ് കടിച്ചേ പോകൂ, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. ഇന്ന് ഡൈവോഴ്സ് എന്ന ആൾക്കാർ ബഹളം വെക്കുന്ന കാലമാണ്. ഒരുത്തൻ കുടുംബക്കോടതിയെ സമീപിച്ച് പറഞ്ഞു ഡൈവോഴ്സ് വേണം. കുടുംബക്കോടതി ചോദിച്ചു, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 15. മക്കൾ എത്രയായി? 3 മക്കളും 15 വർഷമായപ്പോഴാണ് കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ചിന്തിക്കാൻ മേലായിരുന്നു. അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി ആദ്യ രാത്രി കഴിഞ്ഞപ്പോൾ മുതൽ ഡൈവോഴ്സ് ആഗ്രഹിച്ചതാണ്. അതെന്താ? അടച്ചുറ്റി, മുടച്ചട്ടി, കപ്പ്, സ്പൂണ്, ഫോർക്ക്, ഗ്ലാസ്, ബക്കറ്റ് എടുത്തവൾ എനിക്കിട്ട് ഹെയറോട് ഹെയർ. ജഡ്ജി പറഞ്ഞു 15 വർഷം സഹിച്ചില്ല, ഇപ്പോഴെന്താ? ബഹുമാനപ്പെട്ട കോടതി അടുത്തയിടെയായി അവൾക്ക് ഉന്നമായിട്ട് വരുന്നു. ഇത്രയും നാൾ കൊള്ളുകയല്ലായിരുന്നു, ഇപ്പോൾ ഉന്നമായിട്ട് വരുന്നു. പക്ഷേ ജഡ്ജിക്ക് മടി. ജഡ്ജി പറഞ്ഞു 3 മക്കളെ കൃത്യം വീതം വെക്കാമെങ്കിൽ ഡൈവോഴ്സ്. വെട്ടിമുറിക്കാൻ പറ്റുമോ? അവൻ ബിരുദനാ. അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി 1 വർഷം കൂടെ തന്നാൽ മതി, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. അവളെയും കൂട്ടിപ്പോയി. താമസിയാതെ അവൾ ഗർഭിണിയായി. പ്രസവം കഴിഞ്ഞ് 21ാം ദിവസം ഡൈവോഴ്സിൻ്റെ ഡേറ്റ്. ഇവൻ 4ാമത്തെ കൊച്ചിനെ പ്രതീക്ഷയോടെ നോക്കുമ്പോൾ അവൻ്റെ ഗതികേട്. അവൾ 4ാമതും പ്രസവിച്ച ഇരട്ടപ്പിള്ളേർ 5 അപ്പം മനുഷ്യനെ ഓർത്താലും ദൈവം നടത്തണമെന്നില്ലല്ലോ. ഇപ്പം ദൈവം ചേർത്ത് വെച്ച ഒരു വിവാഹം, ഒരു കുടുംബജീവിതം,
ഉടമ്പടിയായി ദൈവം സ്ഥാപിച്ചു, സ്നേഹത്തിൻ്റെ മനോഹരമായ ഒന്നായിട്ട്. ദൈവം തന്ന കുടുംബത്തെ രണ്ട് വിധത്തിൽ നമുക്ക് പണിയാം. ഒന്ന് നരകം, രണ്ട് സ്വർഗം. വീട് നരകമാക്കാം, സ്വർഗമാക്കാം. എന്നും വഴക്കും ബഹളമുള്ള വീടാണോ വീട് നരകം. ആ വീട്ടിലെ മക്കൾ വളരുമ്പം പറയും, എന്തിനാ കല്യാണം കഴിക്കുന്നത്? അപ്പനും ഇതുപോലാണെങ്കിൽ ഞങ്ങൾ എന്തിനാ കല്യാണം കഴിക്കുന്നത്? ചില വീട് നരകമാണ്. ഒരു കുടുംബനാഥൻ ക്ഷിപ്ര ഗോപി, സ്കൂൾ അധ്യാപകൻ, ഡെയിലി 5 തെറി വിളിക്കാതെ സ്കൂളിൽ പോവുകയല്ല. ഭാര്യ ഒറ്റയ്ക്ക് തെറിയും പറഞ്ഞ് അടുപ്പിൽ തീ കത്തിക്കും. ഒരു ദിവസം ഡോസ് കൂടി തെറി വിളിച്ചിട്ട് ഇയാൾ സ്കൂളിലേക്ക് പോയി. ഭാര്യ ഒറ്റയ്ക്ക് തെറിയും പറഞ്ഞ് അടുപ്പിൽ തീ കത്തിച്ചു. എന്നും വൈകുന്നേരം 4:30 വരുന്ന ഭർത്താവ് അന്ന് ഉച്ച കഴിഞ്ഞ് 2:30 വന്നു. ഭാര്യ ചോദിച്ചു, താൻ എന്നാടൂ അവധി എടുത്തുകൊണ്ട് വഴക്കുണ്ടാക്കാൻ നേരത്തെ എഴുന്നള്ളിയിരിക്കുകയാണോ? കെട്ടിയപ്പൻ അല്ലടി, ഞാനും ഹെഡ് മാസ്റ്ററും കൂടെ ഒന്ന് പറഞ്ഞു 2 പറഞ്ഞു കത്തി കയറി കൊമ്പ് ഓർത്തു. അരിശമെന്ന ഹെഡ് മാസ്റ്റർ എന്നോട് പറയുക, തമ്മല്ല നരകത്തിലോട്ടും പോടൂ, ഞാൻ ഇങ്ങോട്ട് തന്നെ പോകുന്നടി, ഇവരെ എങ്ങോട്ട് പോകാനായിട്ടാ? വഴക്കുള്ള വീട് നരകം. ഒരു കുടുംബനാഥന് വയസ്സ് 45, 45 വയസ്സ്, ക്ഷിപ്ര കോപവാ. ഭാര്യയെ അടിക്കും, മക്കളെ അടിക്കും, പാത്രം എറിഞ്ഞുടയ്ക്കും. 45-ാം വയസ്സിൽ വണ്ടി അപകടത്തിൽ മരിച്ചുപോയി. നരകത്തിൽ ഒരു മുറി ലൂസിഫർ ഇയാൾക്ക് കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പം ഇയാൾക്കൊരാഗ്രഹം, വീട്ടിലെ ഭൂമിയിലെ ഭാര്യയുടെ ശബ്ദം കേൾക്കണം. നരകത്തിലെ കേബിൾ ഫോണിലൂടെ ഭാര്യയോട് സംസാരിച്ച് 45 മിനിറ്റായി. സമയം അല്പം കൂടിപ്പോയാൻ ഇയാൾക്കറിയാം. അപ്പം ഇയാൾ ഫോൺ തിരിച്ചു കൊടുത്തിട്ട് ചോദിച്ചു, അല്പസമയം കൂടിപ്പോയി, എന്ത് തുകയാണ് പേ ചെയ്യേണ്ടത്? ലൂസിഫർ പറഞ്ഞു, ഫ്രീ, തുകയൊന്നും വേണ്ട. അതെന്താ? നരകത്തിൽ നിന്ന് നരകത്തിലോട്ട് ലോക്കൽ കോളാണ്, അവിടെ പൈസയുടെ ആവശ്യമില്ല. ഈ ഭൂമിയിലെ നരകവാ, അപ്പുറത്തെ നരകം. ഇവിടുത്തെ സ്വർഗവാ, അപ്പുറത്തെ സ്വർഗം. ഒരു മത്തായി ചേട്ടനും മറിയാമ്മ ചേട്ടത്തിയും. മത്തായി ചേട്ടൻ നല്ല ആളാ, പക്ഷെ കുടിച്ചാൽ പരമ ചെറ്റയാ. ഭാര്യയും മക്കളെ അടിക്കും, ദ്രോഹിക്കും. 75-ാം വയസ്സിൽ മത്തായി ചേട്ടൻ മാരകമായ രോഗം വന്ന് മരിച്ചുപോയി. സ്വർഗത്തിൽ കയറ്റാൻ പുണ്യമില്ല, നരകത്തിൽ കയറ്റാനുള്ള പാപവുമില്ല. ശുദ്ധീകരണ സ്ഥലത്ത് ഇരിക്കാൻ പത്രോസ് പറഞ്ഞു. മത്തായി ചേട്ടൻ ശുദ്ധീകരണ സ്ഥലത്ത് ഇരിക്കുക, ശുദ്ധിയായിട്ട് വേണം സ്വർഗത്തിൽ കയറാൻ. 20 വർഷം കഴിഞ്ഞ് മറിയാമ്മ ചേട്ടത്തി മരിച്ചു വന്നു. പത്രോസ് പറഞ്ഞു, മറിയാമ്മേ, കെട്ടിയവൻ സ്വർഗത്തിൽ കയറിയിട്ടില്ല, നീ ഒരുപാട് കഷ്ടപ്പെട്ടവളായതുകൊണ്ട് ഇന്ന് തന്നെ സ്വർഗത്തിൽ കയറാം. പക്ഷെ ഒരു പരീക്ഷ പാസ്സായാലേ സ്വർഗത്തിൽ കയറ്റുള്ളൂ. എന്താ പരീക്ഷ? ഒരു വാക്കിൻ്റെ സ്പെല്ലിങ് ചോദിക്കും. തെറ്റിയാൽ കയറ്റിയല്ല, സംശയിച്ചാൽ കയറ്റിയല്ല, അറിയത്തില്ല കയറ്റിയല്ല. ചോദിച്ചോളാൻ പറഞ്ഞു. ലവ്. മറിയാമ്മ ഈസി അല്ലേ? LOV, ലവ്. സ്വർഗത്തിൽ കയറിക്കോളാൻ പറഞ്ഞു. ഇനി 3 മണിക്കൂർ മറിയാമ്മ ഗേറ്റ് കീപ്പറായിട്ട് നിൽക്കണം. സ്വർഗത്തുകാരൻ ആര് വന്നാലും വരുന്നവരോട് വാക്കിൻ്റെ സ്പെല്ലിങ് ചോദിക്കണം. തെറ്റിയാൽ കയറ്റരുത്, സംശയിച്ചാൽ കയറ്റരുത്, അറിയത്തില്ല കയറ്റരുത്. ഇല്ല, ചോദിക്കാനുള്ള വാക്കും പറഞ്ഞു. ജീസസ്, പ്രൈസ്, ഫെയ്ത്ത്, ആമേൻ, ഗ്ലോറി, ഹല്ലേലൂയ. പിന്നെ മറിയാമ്മയ്ക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാക്ക് ചോദിച്ചോളാൻ പറഞ്ഞു. കൂട്ടുകാരിൽ ലിസമ്മ വന്നു. ജീസസിൻ്റെ സ്പെല്ലിങ് പറയാവോടി പറഞ്ഞു, കയറ്റി വിട്ടു. ശോശാമ്മ വന്നു, ഫെയ്ത്തിൻ്റെ സ്പെല്ലിങ്. മറിയക്കുട്ടി വന്നു, ആമേൻ്റെ സ്പെല്ലിങ്. അപ്പോൾ ആ കെട്ടിയവൻ്റെ ഊഴം അന്നായിരുന്നു. കെട്ടിയവനും കുനിഞ്ഞു വരിക. ഭാര്യയൊത്ത് ഭൂമിയിൽ എനിക്കൊരു പണി തന്നവന് ഇന്നൊരു പണി കൊടുത്തിട്ടേ ഉള്ളൂ. കെട്ടിയവൻ ചോദിച്ചു, ഓ ഹണി, നീയാണോ ഗേറ്റ് കീപ്പർ? അതെ സ്വീറ്റ് ഹാർട്ട്, ഞാൻ തന്നെയാണ്. ഫ്രീ ആയിട്ട് എന്നെ സ്വർഗത്തിൽ കയറ്റാവോ? അയ്യോ പറ്റിയല്ല. പത്രോസ് പറഞ്ഞു, പരീക്ഷ ഇടണം, പാസ്സായാലേ കയറ്റുള്ളൂ. എന്താണ് ഈ പരീക്ഷ? ഒരു വാക്കിൻ്റെ സ്പെല്ലിങ് ചോദിക്കും. അറിയത്തില്ല കയറ്റിയല്ല, സംശയിച്ചാൽ കയറ്റിയല്ല, ആവർത്തിച്ചാൽ കയറ്റിയല്ല. ചാൻസ് ഒന്നേ ഉള്ളൂ, ചോദിക്കടി. പിന്നെ ഒന്നും തോന്നിയാക്കല്ല, ഒരവസരമേ ഉള്ളൂ. സമയം കളയാ ചോദിക്കടി എന്ന് തോന്നി. ഭാര്യ പറയും, ശരി, ചെക്കോസ്ലോവാക്യയുടെ സ്പെല്ലിങ് പറയാമോ? അതോടെ മത്തായി ചേട്ടൻ എന്നേക്കുമായി ഔട്ടായെന്ന. ഈ ഭൂമിയിലെ സ്വർഗമാം, അപ്പുറത്തെ സ്വർഗം. ഈ ഭൂമിയിലെ നരകമാ, അപ്പുറത്തെ നരകം. വീട് 2 വിധത്തിൽ പണിയാം. നമുക്ക് നെല്ലിയടുക്കം ഇടവകയിൽ വീട് 2 വിധത്തിൽ പണിയാം. 1 ബാബേൽ ഗോപുരം പോലെ, 2 സിയോൻ മാളിക പോലെ. ഉൽപ്പത്തി 11 ബാബേൽ ഗോപുരം. അവിടെ ഭാഷ ചെതറിപ്പോയി. കമ്പ് ചോദിക്കുമ്പം കല്ല്, കല്ല് ചോദിക്കുമ്പം മണ്ണ്, മണ്ണ് ചോദിക്കുമ്പം വെള്ളം, വെള്ളം ചോദിക്കുമ്പോൾ ഇരുമ്പ്. ഭാഷ ചെതറിപ്പോയി. ബാബേൽ ഗോപുരം. നെല്ലിയടുക്കത്തെ നിങ്ങളുടെ വീട് ഒരു ബാബേൽ ഗോപുരമാണോ? ഭാഷ ചെതറിപ്പോയി. 70 വയസ്സുള്ള അമ്മായിയമ്മ പറയുന്നത് 30 വയസ്സുള്ള മരുമകൾക്ക് സുഖിക്കുന്നില്ല. കെട്ടിയവൻ എന്നാ പറഞ്ഞാലും ഭാര്യയ്ക്ക് ദഹിക്കുന്നില്ല.
അപ്പനമ്മയിൽ വരുന്ന മക്കൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. ആരും തമ്മിൽ മനസ്സിലാകുന്നില്ല. പാക്ഷ ചിതറിയ ബാബേൽ ഗോപുരമാണോ നെല്ലിയെടുക്കത്തെ എൻ്റെ വീട്? ഈ രാത്രിയിൽ സ്വയം കണ്ടെത്തുക, തിരുത്തുക, പരിശോധിക്കുക. അതിമനോഹരമായ ഒരു സൗധമുണ്ട് ആഗ്രയിൽ, താജ്മഹൽ. വെണ്ണക്കൽ സൗധമായ താജ്മഹൽ. അതിനകത്ത് 2 ഉണങ്ങിയ ശവങ്ങൾ, ഷാജഹാനും മുംതാസും 2 ഉണങ്ങിയ ശവങ്ങൾ. ആ താജ്മഹലിനെ നോക്കി വിശ്വകവി ടാഗോർ എഴുതി, കാലത്തിൻ്റെ കവിളിലെ കണ്ണുനീർത്തുള്ളികൾ. ഒരുപക്ഷെ നെല്ലിയടക്കത്തെ എൻ്റെ വീട് താജ്മഹലാകാം. ഭർത്താവിനോട് മിണ്ടാൻ പറ്റുന്നില്ല, ഭാര്യയോട് മിണ്ടാൻ പറ്റുന്നില്ല, അമ്മായിയപ്പനോട് പറ്റുന്നില്ല, അമ്മായിമ്മയോട് പറ്റുന്നില്ല. ഉണങ്ങിയ ശവങ്ങൾ ഒരു മുഴുത്ത മോർച്ചന് പോലെ പെരേന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആ വീട് ബാബേൽ ഗോപുരമാണ്. ഒരു വാർഷിക ധ്യാനം വിളിക്കുന്നു, സിയോൻ മാളികയാക്കി മാറ്റണം. അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായം. പല ഭാഷക്കാരും പല ദേശക്കാരും ഒരുമിച്ച് കൂടി ഒരേ ഭാഷയിൽ മനസ്സിലായി. 60 വയസ്സുള്ള അമ്മായിയമ്മ പറഞ്ഞത് 30 വയസ്സുള്ള മരുമകൾക്ക് ആ സെൻസി പിടികിട്ടി. ഭർത്താവ് പറഞ്ഞത് ആ ചൈതന്യത്തിൽ ഭാര്യയ്ക്ക് മനസ്സിലായി. ഭാര്യ പറഞ്ഞത് ആ അരൂപിയിൽ ഭർത്താവിന് മനസ്സിലായി. മാതാപിതാക്കൾ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി. ഇതാണ് സിയോൻ മാളിക. ബാബേൽ ഗോപുരങ്ങൾ സിയോൻ മാളികയായി മാറണം. ബൈബിളിൻ്റെ ബിബ്ലിക്കൽ സന്ദേശമാണ് കാനാൻ ദേശം. വീട് ഒരു കാനാൻ ദേശമാകണം. കാനാൻ ദേശത്ത് 2 അനുഭവങ്ങൾ. 1 പാല്, 2 തേന്. എന്താ പാല്? നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നെല്ലാം പാല്. താമസിക്കാൻ വീട്, കഴിക്കാൻ ഭക്ഷണം, ആരോഗ്യത്തിന് മരുന്ന്, ഉടുക്കാൻ തുണി. ഇത് പാലനുഭവം. ദൈവകൃപയാൽ നിങ്ങൾക്കാർക്കും ഈ പാലനുഭവത്തിന് വലിയ കുറവില്ല. എല്ലാം മിനിമം ഉണ്ട്. പക്ഷെ ഇല്ലാതെ പോകുന്നത് തേനനുഭവം. എന്താ തേനനുഭവം? ഭർത്താവിൻ്റെ മനസ്സിന് ഭാരം വരുമ്പോൾ ഭാര്യ അടുത്ത് നിന്ന് ആശ്വസിപ്പിക്കണം. ഭാര്യയ്ക്ക് മനപ്രയാസം വരുമ്പോൾ ഭർത്താവ് ആശ്വസിപ്പിക്കണം. ഭർത്താവിന് ടെൻഷൻ വരുമ്പം ഭാര്യ പറയല്ലേ, ദൈവം നീതിമാനാ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും, കെട്ടിവന്ന നാളുകളിൽ എന്നെ ഒരുപാട് ഒപ്പിച്ചവനല്ലേ, അനുഭവിക്കടൂ, അനുഭവിക്കുക. അവിടെ തേനനുഭവമില്ല. കെട്ടിയവൻ പറയാം, എടി ദൈവം നീതിമാനാ, എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി നീ അനുഭവിക്കടി. തേനനുഭവം എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസം വരുമ്പം പറയണം, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കല്ലെന്ന് കാരണവന്മാർ പറഞ്ഞില്ലേ. മക്കൾ പക്ഷിക്കുഞ്ഞുങ്ങൾ, നമ്മൾ വൃക്ഷം. പക്ഷി പറക്കും, വൃക്ഷം നിൽക്കും. കുഞ്ഞുങ്ങൾ കപ്പൽ, നമ്മൾ തുറമുഖം. കപ്പൽ പോകും, തുറമുഖം നിൽക്കും. നിനക്ക് ഞാൻ തുണ, എനിക്ക് നീ തുണ, നമുക്ക് ദൈവം തുണ. ഇതാണ് തേനനുഭവം. കുടുംബത്തിൽ ഇത് പറയാൻ ഒരു ഭാര്യയ്ക്ക് പറ്റണം, ഇത് പറയാൻ ഒരമ്മയ്ക്ക് പറ്റണം, ഇത് പറയാൻ ഒരു ഭർത്താവിന് പറ്റണം, ഇത് പറയാൻ ഒരു പിതാവിന് പറ്റണം. തേനും പാലും ഒഴുകുന്ന അനുഭവം. അപ്പോൾ വീട് ഒരു കാനാൻ ദേശമായി മാറും. പരിശുദ്ധനായ ഫ്രാൻസിസ് മാർപ്പാപ്പ കൊറോണ വൈറസിന് നടുവിൽ ലോകമാസകലമുള്ള കത്തോലിക്ക ദമ്പതികൾക്ക് വേണ്ടി ഒരു ധ്യാനം നടത്തി 2020 മെയ് മാസത്തിൽ. ആ ധ്യാനത്തിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞു, കുടുംബജീവിതം പഴയ നിയമ വചനത്തിൻ്റെ 10 പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പുതിയ നിയമത്തിൽ കുടുംബജീവിതം നയിക്കണം. പരിശുദ്ധ പിതാവ് 10 പ്രമാണങ്ങൾ ഇന്നത്തെ കുടുംബത്തിന് ആനുപാതികമായി വ്യാഖ്യാനിക്കാൻ പഠിപ്പിച്ച് വിശദീകരിക്കുകയായിരുന്നു പിതാവിൻ്റെ ധ്യാനം. ഒന്നാം പ്രമാണം, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. ദാമ്പത്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാം പ്രമാണം. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം. അത് കഴിഞ്ഞുള്ളൂ സീരിയൽ, സിനിമ, കളികൾ. 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ എൻ്റെ അമ്മയുടെ ആങ്ങളെ രാത്രിയിൽ ഫോണിൽ വിളിച്ചു. അപ്പം അമ്മാവൻ പറഞ്ഞു, മോനെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാവോ? ഞാനും മോൻ്റെ അമ്മായിയും കൂടി പരസ്പരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു തമ്മിൽ കാണുക. പിന്നെ ഞാൻ മനസ്സിലായത് ഒരു സീരിയലിൻ്റെ പേരായിരുന്നു പരസ്പരം. പ്രാർത്ഥനാ സമയങ്ങൾ സീരിയൽ മോഷ്ടിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുക. അപ്പോൾ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക, തമ്പുരാന് പ്രഥമമായ സ്ഥാനം കൊടുക്കുന്ന ഒന്നായിട്ട് കുടുംബം മാറുക. ദൈവത്തിന് 1-ാം സ്ഥാനം. അങ്ങനെ 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ ദമ്പതികൾ പരസ്പരം 3 വാക്കുകൾ മാറി മാറി പറയണമെന്നാണ് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്യുക. 3 വാക്കുകൾ പറയാൻ ഭാര്യ ഭർത്താക്കന്മാർ പിശുക്ക് കാണിക്കരുത്. 1 പ്ലീസ്, 2 സോറി, 3 താങ്ക് യു. ഈ 3 വാക്കുകൾ കുടുംബത്തിൽ വേണം. പ്ലീസ്, സോറി,
താങ്ക് യു. എന്താണ് പ്ലീസ്? വർത്തമാനത്തിൽ ഒരു സൗഹൃദത്തിൻ്റെ ഭാഷ വേണം. അതാണ് പ്ലീസ്. വർത്തമാനത്തിൽ സൗഹൃദത്തിൻ്റെ ഭാഷ. ഭാര്യയോട് ചായ അനത്തടി, കറി ഒലത്തടി, ചോറ് വിളമ്പടി കൽപ്പിക്കുന്ന പോലെ പറയല്ല, സൗമ്യതയോടെ പറയണം. ചോറുണ്ടാലോ, ചായ അനത്തിയാലോ, നമുക്ക് ഇതൊന്ന് ചെയ്താലോ, ഒരു സൗഹൃദത്തിൻ്റെ ഭാഷ. ഭാര്യ കെട്ടിയവനോട് ഇതേ പഞ്ചാര മേടിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ നാളെ മുതൽ കട്ടൻ കാപ്പി കയറ്റേണ്ടി വരും കേട്ടോ, അതിനകത്ത് പ്ലീസ് ഇല്ലല്ലോ. ഒരു സൗഹൃദത്തിൻ്റെ ഭാഷ, സൗമ്യതയുടെ ഭാഷ. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പറയണം. അത് കുടുംബത്തിൽ ഏറ്റവും ആവശ്യം. പ്ലീസ്. 2, സോറി. ഒരു തെറ്റ് പറ്റിയാൽ ഭാര്യയോട് ചുമ്മാ സോറി പറയണം, ഭർത്താവിനോട് സോറി പറയണം. നാട്ടുകാരോടൊന്നും അല്ലല്ലോ പറയുന്നത്, ജീവിത പങ്കാളിയോട്. എൻ്റെ ഏടി ഒരുപാട് പണിത് മടുത്തപ്പോൾ നീ എന്തോ പറഞ്ഞു, ഞാൻ അരിശപ്പെട്ടതാ, സോറി കേട്ടോ, പ്രശ്നം തീർന്നു. എൻ്റെ പൊന്നു മനുഷ്യ, അടുക്കളയെ പണിത് മടുത്തപ്പോൾ ഏതാണ്ടും പറഞ്ഞോളൂ, ഞാൻ എന്തോ പറഞ്ഞു മനസ്സിൽ വെച്ചോണ്ടല്ലോ കേട്ടോ, സോറി. ഒരു സോറി പറയാൻ പഠിക്കണം. പ്ലീസ്. 2, സോറി. 3, താങ്ക് യു. താങ്ക് യു വാക്കല്ല, പ്രവൃത്തി വഴി. എൻ്റെ ഒരു വലിയ രാഷ്ട്രീയ സുഹൃത്താണ് പഴയ PC ജോർജ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉഷ ഇടയ്ക്ക് എന്നെ വിളിച്ചു പറയും, എൻ്റെ അച്ചു കുഞ്ഞുമാനെന്നാണ് ജോർജിനെ വിളിക്കും. കുഞ്ഞുമാനോട് കുറച്ച് വർത്താനം പഠിപ്പം വല്ലാതെ ചൂടാ, എന്നാലും എൻ്റെ അച്ഛ ഇത്രയും ഭാര്യയെ നോക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനുണ്ടെന്ന് ആരുമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. അത്രയും നല്ല കരുതലാ കുഞ്ഞുമോൻ എനിക്ക് തരുന്നത്. ആ ഉഷയുടെ വാക്കിലുണ്ട് PC ജോർജിനോടുള്ള ഒരു താങ്ക് യു. മകൻ ഷോൺ പറയും, അച്ഛാ എത്ര തിരക്കുണ്ടെങ്കിലും ഞങ്ങളുടെ മക്കളുടെ കാര്യം നോക്കാതെ അപ്പനൊരു ഓട്ടമില്ല. ആ വാക്കിലുണ്ട് ഒരു മകൻ്റെ താങ്ക് യു. അങ്ങനെ പറയിപ്പിക്കാൻ തക്ക വിധം അപ്പനായി അമ്മയായി ജീവിക്കണം, പറയാൻ നമ്മൾ പഠിക്കണം. ഇപ്പം സൗഹൃദത്തിൻ്റെ ഭാഷ. ഈ ഭാഷ വരുമ്പോൾ പരമാവധി സമയം ഭാര്യയ്ക്ക് കൊടുക്കും, പരമാവധി സമയം ഭർത്താവിന് കൊടുക്കും. ഒരുമിച്ചിരുന്ന് അടുത്തിരുന്ന് വർത്തമാനം പറയാനൊക്കെ സമയം കണ്ടെത്തും. പരമാവധി സമയം കൊടുക്കുന്ന ഒരു രീതി വരും പറ്റുന്നിടത്തോളം. ഒരു സ്ത്രീ പറയും, എൻ്റെ അച്ചു എൻ്റെ കെട്ടിയവൻ എന്നെയല്ല കെട്ടിയത്, ഒരു ഇന്ത്യക്കാരനെയും 20 ഏക്കർ റബ്ബർ തോട്ടത്തെയുമാണ്. മാസത്തിൽ 5 ദിവസം പോലും എൻ്റെ കൂടെ വന്ന് താമസിക്കുന്നില്ല. ഞാൻ പറഞ്ഞേ ഭാര്യയ്ക്ക് ഇങ്ങനെ പരാതിയുണ്ട്. കെട്ടിയവൻ പറഞ്ഞു, പൊട്ടി അവൾക്ക് വല്ല വിവരമുണ്ടോ? എന്നാത്തിൻ്റെ കുറവാച്ചാൽ ഡെയിലി 5 ഷീറ്റ് അവളുടെ പേരിൽ, ഒരു മാരുതി കാറ്, സമർത്ഥനായൊരു ഡ്രൈവർ, ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടില്ല. നമ്മൾ അതാ കുറവ്, ഡ്രൈവർ പോരാ, നീ തന്നെ വീട്ടിൽ വേണം, ഇതാണ് കുറവെന്ന് പറയുക. അപ്പോൾ സ്നേഹം കൊടുക്കാൻ പഠിക്കണം, കാണിക്കാൻ പഠിക്കണം. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ ഒപ്പം നല്ല വാക്ക് പറയും. തമ്പുരാന് സ്ഥാനം കൊടുക്കുന്ന ഭർത്താവും ഭാര്യ എന്ത് ചെയ്താലും പ്രോത്സാഹന വാക്ക് പറയും. ഭർത്താവ് എന്ത് ചെയ്താലും പ്രോത്സാഹനത്തിൻ്റെ വാക്ക് പറയും. അവകാശം പോലെ കാണുകയല്ല, ഔദാര്യം കിട്ടുന്ന പോലെ നല്ല നല്ല വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. 100 ദമ്പതിമാരെ പരഞ്ഞാദ്യം ധ്യാനിപ്പിക്കുക, കുടുംബ നവീകരണ ധ്യാനം. ഒരു 65 വയസ്സ് പ്രായം വരുന്ന ഭർത്താവും ഭാര്യയും കൂടി കൗൺസിലിങ്ങിന് എൻ്റെ മുറിയിൽ കയറി വന്നു. എനിക്ക് മനസ്സിലായി പ്രോത്സാഹന വാക്ക് പറയുന്നതിൽ നല്ല പിശുക്കനാ കെട്ടിയവൻ. ഇവളാണെങ്കിൽ ആ വാക്ക് കേൾക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുള്ളൂമാണ്. ഞാൻ പറഞ്ഞേ, ഭാര്യ ഒരു നല്ല ചക്കുകുരുമാങ്ങ കറി വെച്ച് ഒലത്തി വെച്ചാൽ കൊള്ളാവില്ല മോളേന്ന് ഒരു നല്ല വാക്ക് പറയണം. പെരയ്ക്കകം അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടാൽ നല്ല വാക്ക് പറയണം. തുണി അലക്കി വെക്കുമ്പോൾ നല്ല വാക്ക് പറയണം. കെട്ടിയവൻ പറഞ്ഞു, ഞാൻ മാത്രമല്ലല്ലോ, അവളും പിള്ളേരും കൂടെ തിന്നുന്നില്ലേ, പെരയ്ക്കകത്ത് താമസിക്കുന്നില്ലേ? നമ്മൾ അങ്ങനല്ല, മുരിങ്ങക്കായും മീനും കൂടെ കറി വെച്ചാൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ അവാർഡ് ഭാര്യയ്ക്ക് കിട്ടുകയല്ല. കെട്ടിയവൻ്റെ നല്ല വാക്കേ ഉള്ളൂ, അവിടെ നല്ലത് പറയണം. ഇയാൾ സമ്മതിച്ചു. വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞ് പോയി. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് അത്താഴം കാത്തിരിക്കുക. സാധാരണ ഐറ്റം ചൂട് കഞ്ഞി, തേങ്ങയുടെ ചമ്മന്തി, ചെറുപയർ തോരൻ, കടുകുമാങ്ങ, ഇതാണ് രാത്രിയിലെ ഐറ്റം. ഇതും കാത്തിരിക്കുക. 8 മണിക്ക് ഭാര്യ ഒരു പ്ലേറ്റ് നിറയെ കുഴച്ച് വേച്ച് ചക്കപ്പുഴുക്കും, മറ്റൊരു പാത്രം നിറയെ വറുത്തരച്ച് കോഴിക്കറിയായിട്ട് വരുന്നു. കഞ്ഞിയും ചമ്മന്തിയും കാക്കുമ്പോഴാണ് ചക്കപ്പുഴുക്കും കോഴിക്കറിയും. സന്തോഷമായി. അവൻ പുഴുക്ക് മൊത്തം നിന്നു പ്ലേറ്റ് വടിച്ച് നോക്കി, കറി മൊത്തം കൂട്ടി അരപ്പം നീട്ടി നോക്കി. അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, അച്ഛൻ പറഞ്ഞത് നല്ല വാക്ക് പറയണ്ടേ. അവൻ പറഞ്ഞു, എൻ്റെ ലിസിമോളെ കഴിഞ്ഞ 31 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല രുചിയുള്ള ഒരു ഭക്ഷണം. എന്നാ നല്ല രുചിയാടി. അവൾ ഒറ്റ കരച്ചിൽ. എന്തിനാണ് ഈ കരഞ്ഞത്? അച്ഛൻ പറഞ്ഞില്ലേ നല്ലത് പറയണം. അവൾ പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് ശരിയാ, കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലം ഞാൻ തനിക്ക് വെച്ച് വിളമ്പ് തന്നിട്ടും തനിക്ക് നല്ലതൊന്നും പറയാനില്ല. അയൽവക്കത്തെ ജസമ്മയുടെ
ചക്കപ്പുഴുക്കും കോഴിക്കറിയും വന്നപ്പോഴല്ലേ തനിക്ക് നല്ല രുചി തേടി വരുന്നത്. അപ്പം നോക്കിയും കണ്ടും പറയണം, സാഹചര്യം നോക്കി പറയണം. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ ഭർത്താവ് ഭാര്യയെ പ്രശംസിക്കും, ഭാര്യ ഭർത്താവിനെ പ്രശംസിക്കും. ഒരു പരസ്പര സ്നേഹത്തിൻ്റെ പ്രശംസ ഉണ്ടാവും. 2, കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. കുടുംബത്തിൽ അനുഗ്രഹം വേണോ, കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. എന്ന് പറഞ്ഞാൽ പെരയ്ക്കകത്ത് ചീത്ത വാക്കുകൾ പറയരുത്. തെറി വിളിക്കുന്ന ഭർത്താവും തെറി പറയുന്ന ഭാര്യയാണോ, ദൈവനാമം പെരയ്ക്കകത്ത് മലിനമാകും. തമ്പുരാൻ്റെ നാമം മലിനമാകുന്ന വാക്ക് കുടുംബമെന്ന ദേവാലയത്തിൽ പരസ്പരം ഉരുവിടരുത്. അങ്ങനെയുള്ള വാക്കുകൾ ഒരിക്കലും പറയരുത്. അതുപോലെ തന്നെ അനാവശ്യമായ നേർച്ചകൾ നേരരുത്. നേർച്ച നേർന്നിട്ട് നിറവേറ്റിയില്ലെങ്കിൽ ദൈവത്തെ കളിയാക്കുക. നേർച്ച നേർന്നപ്പം പൈസയുണ്ട്, വീട്ടേണ്ടി വന്നപ്പോൾ പൈസ ഇല്ലാതെ പോയി, അതുകൊണ്ട് വീട്ടിയില്ലെങ്കിൽ ആ നേർച്ചക്കടം ബാധകമല്ല. പക്ഷേ കയ്യിലുണ്ടായിട്ടും അത് വീട്ടിയില്ലെങ്കിൽ അത് പാപമാണ്, അത് വാഗ്ദാന ലംഘനമാണ്, വാക്കു പാലിക്കാത്തതാണ്. എൻ്റെ മോൻ +2 പാസ്സാവുകയാണെങ്കിൽ, എൻ്റെ മോൾ +2 പാസ്സാവുകയാണെങ്കിൽ വേളാങ്കണ്ണി പോയി കുർബാന ചൊല്ലിക്കാവുന്നൊരു നേർച്ച നേർന്നു. +2 ഡിഗ്രിയും കഴിഞ്ഞിട്ടും ഇതുവരെ നേർച്ച നിറവേറ്റിയിട്ടില്ല. കാശുണ്ട്, സമയം കിട്ടിയില്ല, നീട്ടി പോവുക. അങ്ങനെ വരുമ്പോൾ ആ പൈസയോട് ചേർന്നിരിക്കുന്ന കുറേ പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് വെറുതെ ചോർന്നു പോകും, ആശുപത്രി മരുന്നിന് പോവും. കാരണം വാഗ്ദാന ലംഘനത്തിന് തിരിച്ചടിയാണ്. ദൈവം ശിക്ഷിക്കുന്നതല്ല. നേർച്ച നേർന്നു നിറവേറ്റണം. വേളാങ്കണ്ണി പോകുന്ന ഒരാളുടെ കയ്യിൽ വണ്ടിക്കൂലിയും കുർബാനപ്പണവും നേർച്ചയിടാനുള്ളതും കൂടി കൊടുത്തേപ്പിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് തമ്പുരാന് കൊടുത്ത വാഗ്ദാനം ആ പൈസ അങ്ങ് മാറിപ്പോകുമ്പോഴാണ് നേർച്ചകടങ്ങൾ പൂർത്തിയാവുക. ഇനി വേളാങ്കണ്ണി പോയി നേർച്ചയിടാമെന്ന് പറഞ്ഞു, പോകാൻ പറ്റിയില്ല, എന്നാൽ എൻ്റെ പള്ളിയിൽ ഇട്ടേക്കാമെന്ന് പറഞ്ഞാൽ നേർച്ചക്കടം വീഴുകയല്ല, കടമായിട്ട് കിടക്കും. 1000 രൂപ പള്ളിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നാത്തിനാ പള്ളിക്ക് 2 പിള്ളേരെ പഠിപ്പിക്കാൻ കൊടുക്കാം, പിള്ളേരെ പഠിപ്പിക്കാം, അത് ഔദാര്യം. നേർച്ചക്കടം മാറുകയല്ല. നേർന്ന നേർച്ച അതുപോലെ നിറവേറ്റണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കും. ചിലവർ എൻ്റെ അച്ചു നൊമ്പരം വന്നപ്പോൾ നേർന്നു പോയി, നൊമ്പരം തീർന്നപ്പോൾ മറന്നും പോയി. അത് ശരിയല്ലല്ലോ. പറ്റുന്ന നേർച്ചയെ നേരാവൂ. നിങ്ങളുടെ കയ്യിൽ ചെറിയ ചൊറി വരുമ്പം നെല്ലിയടക്കത്തെ വീട്ടിൽ നിന്ന് ചുമ്മാ നേർന്നേക്കല്, ഈശോയെ ഈ ചൊറി ഭേദപ്പെടുകയാണെങ്കിൽ യോർദാൻ നദിയിൽ പോയി മുങ്ങിക്കൊള്ളാം, അങ്ങനെ പറഞ്ഞേക്കല്ലേ. പറ്റുന്നതേ പറയാവൂ. എൻ്റെ കർത്താവേ ഇത് ഭേദപ്പെടുകയാണെങ്കിൽ ചന്ദ്രികാസോപ്പ് പതച്ച് കേൾക്കുമ്പം നിന്നെ ഓർത്തുകൊണ്ട് കുളിച്ചോളാം, അത്രയും പറഞ്ഞാൽ മതി. നേർച്ചക്കടങ്ങൾ നിറവേറ്റണം. കർത്താവിൻ്റെ നാമം, കർത്താവിനെ കളിയാക്കരുത്, വൃഥാ പ്രയോഗിക്കരുത്. ഇപ്പോൾ ഒന്ന്, കർത്താവിൻ്റെ നാമം നമ്മൾ ശ്രദ്ധിക്കുക, നാമം അവന് ഒന്നാം സ്ഥാനം കൊടുക്കുക. 2, ദൈവനാമങ്ങൾ വൃഥാ പ്രയോഗിക്കരുത്. 3, കർത്താവിന് ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഞായറാഴ്ചയും കടവുള്ള തിരുനാളുകളും കൃത്യമായി പാലിക്കണം. നാളെ കടവുള്ള തിരുനാളാണ്. ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമാണ്, സഭയുടെ ദിവസമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ദിവസമാണ്. ആ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. പിക്നിക്കും ടൂറും ഉല്ലാസമായിട്ട് കറങ്ങി നടന്ന് കുർബാന മുടക്കരുത്. വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായി പങ്കെടുക്കണം. വിശുദ്ധ ബൈബിൾ വായിക്കണം. കുടുംബ പ്രാർത്ഥന വേണം. ഭക്തിഗാനങ്ങൾ പാടണം. ശാലോം കൂട്ടിന ഷക്കേന ചാനലുകൾ കൂടുതലായി കാണേണ്ടതും ഈ കർത്താവിൻ്റെ ദിവസത്തിലാണ്, ദൈവമഹത്വത്തിനായിട്ട്. ഒപ്പം കർത്താവിനെ മണിക്കൂറും പരിശുദ്ധമായി ആചരിക്കണം. ഏതാ മണിക്കൂർ? രാത്രി 7-നും 9-നും ഇടയിൽ കർത്താവിൻ്റെ മണിക്കൂർ വേണം. നിങ്ങളുടെ വീട്ടിൽ മുഖം നോക്കി മുടിയിരുന്ന കണ്ണാടിയിൽ ചോക്ക് കൊണ്ട് എഴുതി വെക്കണം, എൻ്റെ കർത്താവിന് വേണ്ടി ഒരു 20 മിനിറ്റ്. കണ്ണാടി നോക്കുമ്പോഴൊക്കെ തമ്പുരാനുള്ള സമയം കൊടുത്തോ ഇല്ലയോ എന്ന് ആത്മശോധന ചെയ്യാൻ ഈ എഴുത്ത് സഹായിക്കും. രാത്രി 7-നും 9-നും ഇടയിൽ കർത്താവിൻ്റെ മണിക്കൂർ. 9 കഴിഞ്ഞാൽ വല്ലാത്ത ഉറക്കം. 7-ന് മുമ്പ് ഒരുപാട് പണി. 20 മിനിറ്റ് കുറയാതെയും 30 മിനിറ്റ് കൂടാതെയുള്ളൊരു പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന വേണം. ഒരുപാട് വലിച്ചു വാരി പ്രാർത്ഥിക്കുന്നത് അർത്ഥമില്ല. ചൊല്ലുന്നത് അർത്ഥം മനസ്സിലാക്കി നിർത്തി പ്രാർത്ഥിക്കണം. ചില കുടുംബത്തിൽ ചെയ്യും, ദൈവമേ എന്തെല്ലാം നൊവേനകളാണ്. സ്ഥല വിശുദ്ധന്മാർ, വാഴ്ത്തപ്പെട്ടവർ, വീഴ്ത്തപ്പെട്ടവർ, വീഴാൻ തെന്നിക്കൊണ്ടിരിക്കുന്നവർ, തെന്നിയിട്ട് പൊങ്ങി പോകുന്നവർ. ഈ ചപ്പും ചവറൊന്നും വലിച്ചു വാരി ചെല്ലരുത്. ഒരെണ്ണം വൃത്തിയായിട്ട് ചെല്ലുക. ചെല്ലുന്നത് വൃത്തിയായിരിക്കണം. ചുമ്മാ ചെല്ലി തൃപ്തി വരുത്തരുത്. ചെയ്യുന്നത് വൃത്തിയായിട്ട് ദൈവത്തോട് മര്യാദ ഉള്ളവരായി പ്രാർത്ഥിക്കണം. ചില കുടുംബങ്ങളിൽ കൊന്തയും മറ്റും ചെല്ലും. ആദ്യം കുറേ എണ്ണം തെളിച്ച് ചെല്ലും. കുറച്ച് കഴിയുമ്പോൾ എന്തൊരു സ്പീഡാണ്.
ആദ്യം തുടങ്ങുമ്പം നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, 5 എണ്ണം കഴിയുമ്പം നനഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, ഒരു 10 എണ്ണം കഴിയുമ്പം മനമറിഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി. പ്രാർത്ഥന തെളിച്ച് ചെല്ലണം. ചില കുടുംബത്തിൽ ലുത്തിനിയ ചെല്ലുന്ന കേട്ടാൽ തോന്നും സായിപ്പും മാതാമയും കൂടി പ്രാർത്ഥിക്കുക. ലുത്തിനിയാളുടെ മറുപടിയാണ്. തിരിയുന്ന എങ്ങനെ? കണ്ടീഷൻ 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 കണ്ടീഷൻ. ചില കുടുംബത്തിലെ പ്രാർത്ഥന കേട്ടാൽ തോന്നും ഹിന്ദുക്കളുടെ വീട്ടിലെ നാമജപമാണ്. ലുത്തിനിയാളുടെ മറുപടിയാണ്. തിരിയുന്ന എങ്ങനെ? കൃഷ്ണേ കൃഷ്ണേ കൃഷ്ണേ. പലപ്പോഴും പ്രായമുള്ള അമ്മച്ചിമാരാ വീട്ടിൽ ലുത്തിനിയ ചെല്ലുക. കോഴിയെ കൂട്ടിക്കയറ്റി, ആടിനെ മാറ്റി കയറ്റി, വെള്ളം കോരി, കറി ഒലത്തി, ചോറ് വാർത്ത്, തുണിയും പിഴിഞ്ഞപ്പം അമ്മയുടെ നടുവിന് വല്ലാത്തൊരു നോമ്പരം. എന്നാൽ ലുത്തിനിയ അമ്മ ആർക്കും കൊടുക്കുകയല്ല, അമ്മയുടെ സ്വകാര്യ വകുപ്പാണ്. പ്രായമുള്ള അമ്മച്ചിമാർ ലുത്തിനിയ ചെന്ന് കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക ചൂണ. ആത്മജ്ഞാനപൂരപാത്രമേ വിമാനപാത്രമേ അത്ഭുതമായപാത്രമേ ദവീന കോട്ടെ സ്നാലയമേ. ഇപ്പോഴാണ് അമ്മയുടെ നടുവിനൊരു വേദന. ഞങ്ങളുടെ ഞെളിവിൻ്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. അപ്പനും അമ്മയും എങ്ങനെ പ്രാർത്ഥിക്കുവോ അത് കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കും. നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നോ മക്കൾ കണ്ടുപഠിക്കും. അപ്പനും അമ്മയും പ്രാർത്ഥന കഴിഞ്ഞ് ഓടുക. അപ്പം പോയി കമ്പോള നിലവാരം നോക്കുന്നു. അമ്മ പോയി പപ്പടം കാച്ചിയിടുന്നു, പാവയ്ക്ക വറുത്തിടുന്നു, ഉണ്ടമുളകും പൊരിച്ചിടുന്നു. ഈ കുഞ്ഞുങ്ങൾ അമ്മ പപ്പടം പാവയ്ക്ക മുളക് വറുത്തപ്പോൾ അത് പോയി പെറുക്കി തിന്നുക. 5 പിള്ളേരുണ്ട്. ഇവരെ ഓടിക്കാതെ അമ്മയുടെ പണി തീരുകയല്ല. അമ്മ മിടിക്കുക. അമ്മ ഒരു മക്കളെ അകത്തെ മുറി പോയി മുട്ടുകുത്തി സകല പുണ്യാളന്മാരുടെ ലുത്തിനിയ മുഴുവൻ ചെല്ലിച്ച് വരാൻ പറഞ്ഞു. അത് മൊത്തം ചെല്ലുമ്പം അമ്മയ്ക്ക് അടുക്കളയിലെ പണി തീർക്കാം. ഇന്നത്തെ മക്കളല്ലേ വളരെ മിടുക്കരാ. അവർ പ്രാർത്ഥന അറിയിച്ചു. സകല പുണ്യാളന്മാരുടെ ലുത്തിനിയാളുടെ പുസ്തകം എഴുതും. ഓരോ പേജും അവർ സ്പീഡിൽ മറിച്ചുകൊണ്ട് ഇങ്ങനെ ചൊല്ലി, ഈ പേരുള്ള പുണ്യാളന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ, ഇവിടെയുള്ളവരെ അപേക്ഷിക്കണേ, ഇന്നെവിടെയുള്ളവരെ അപേക്ഷിക്കണേ. അവസാനം കൂട്ടിച്ചേർത്തു, ലോകത്തിൻ്റെ പാപം നീക്കുന്ന 3 ആട്ടിൻകുട്ടികളെ കൂട്ടമായിട്ട് അപേക്ഷിക്കണം. ഇപ്പം നിങ്ങളുടെ പ്രാർത്ഥന പോലെ നിങ്ങളുടെ മക്കൾ കണ്ടുപഠിക്കും. നമുക്കുണ്ടെങ്കിലല്ലേ മക്കൾക്ക് കൊടുക്കാൻ പറ്റൂ, നമുക്കുണ്ടെങ്കിലേ പറ്റുള്ളൂ. ക്ലാസ്സിൽ 5 പഠിക്കുന്ന കുട്ടി സ്കൂളിൽ സാർ എത്ര പഠിപ്പിച്ചാലും ഒരു വാക്കവൻ തെറ്റിച്ചേ പറയും. യൂണിവേഴ്സിറ്റി അവൻ പറയുമ്പോൾ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി. സാറിന് കിള്ളി കിഴിക്ക് നുള്ളി അടിച്ചു. അവൻ അലറിക്കൊണ്ട് പറഞ്ഞു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി. സാർ അപ്പനോട് പറഞ്ഞു, എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, നിങ്ങളുടെ മോനെ കൊണ്ട് ഞാൻ റിട്ടയർ ആകുന്നതിന് മുമ്പ് യൂണിവേഴ്സിറ്റി എന്ന് ഒന്ന് പറയിപ്പിക്കണം. അവൻ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും വെടിവെക്കുന്നവൻ ചെവിയിൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പറഞ്ഞ് പതിപ്പിക്കണം. സാറ് പറഞ്ഞു, അപ്പം പറഞ്ഞു, സാറേ അവനെ നിർബന്ധിക്കേണ്ട. അതെന്താ? അവൻ്റെ കപ്പാക്കിറ്റി അത്രയേ ഉള്ളൂ, അവൻ അങ്ങനെ പറയാൻ പറ്റൂ. എങ്ങനെയാണോ അപ്പനമ്മ അങ്ങനെയാണ് മക്കളെന്ന് പറയുക. കാരണന്മാരെങ്ങനെയാണോ അങ്ങനെയാണ് മക്കളെന്ന് പറയുക. അപ്പോൾ കുടുംബത്തിൽ ഒരു പ്രാർത്ഥനാന്തരീക്ഷം വേണം. പ്രാർത്ഥനാന്തരീക്ഷം പലപ്പോഴും നമ്മുടെ വീട്ടിലെ പ്രശ്നം പ്രാർത്ഥനാ സമയങ്ങൾ TV സീരിയൽ മോഷ്ടിക്കും. ഒരു മനുഷ്യൻ പറഞ്ഞു, എൻ്റെ ഭാര്യ TV സീരിയൽ കാണാൻ വരുന്നത് വടക്കം വീരഗാഥയിലെ പോലെ ടർക്കി ടവൽ കയറ്റി കൊടുത്ത് സോപ്പ് പതിച്ച് ദേഹം നനച്ച് വന്ന് സീരിയൽ കാണാനിരിക്കും. പക്ഷെ അതെന്താ? എൻ്റെ അച്ചു പരസ്യം വരുമ്പം വെള്ളമൊഴിക്കാൻ പോയാൽ മതിയല്ലോ, ഇത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. ചില പെണ്ണുങ്ങളെ കാണാം വൈകിട്ട് 6 മണിക്ക് കാച്ചിക്കാവ് പുഴുങ്ങിയതുപോലെ മുടി പൊക്കി കെട്ടി ഞണ്ട്, തേള്, പഴുതാര, ആമ, കൊടക്കമ്പി, ഇരുമ്പ് കമ്പി, ആപ്പ്, പൂള് ഇതും കുത്തിക്കയറ്റി നെഞ്ചിന് കുറുകെ ഒരു ടർക്കി ടവൽ ഇട്ട് ഒറ്റ ഇരിപ്പാണ്. കാരണം 7 മണി മുതൽ ഒരുപാട് സീരിയൽ കണ്ണുനീര് വീണ് കുതിരാനുള്ള നെഞ്ചാണിത്. ഞങ്ങളുടെ നാട്ടിൽ ഒരമ്മച്ചി ഈയിടെ അയൽവക്കത്തെ 50ഓളം പിള്ളേർക്ക് ലഡു മേടിച്ചു കൊടുത്തു. ആൾക്കാർ ചോദിച്ചു, ആൻറ്റിയുടെ ബർത്ത്ഡേ ആണോ? അല്ല. വിവാഹ വാർഷികമാണോ? അല്ല. കുഞ്ഞുങ്ങളുടെ ജന്മദിനമാണോ? അല്ല. പിന്നെ ഈ ലഡു? ആൻറ്റിയുടെ മറുപടി, 1 വർഷമായി സീരിയലിൽ ഗർഭിണിയായിരുന്ന ശ്രീലക്ഷ്മി മിനിയാന്ന് പ്രസവിച്ചു, അതിൻ്റെ സന്തോഷമാണ് ആൻറ്റിയുടെ ലഡു നാട്ടുകാർക്ക് കൊടുക്കുക. ഇപ്പം പ്രാർത്ഥനാ സമയം എങ്ങനെ പോകുന്നു? കുടുംബത്തിൽ കർത്താവിന് ദിവസവും കർത്താവിന് മണിക്കൂറും പരിശുദ്ധമായി ആചരിക്കണം. 4 മാതാപിതാക്കളെ ബഹുമാനിക്കണം. പരിശുദ്ധ പിതാവ് പറയുന്നു, വാർദ്ധക്യത്തിലുള്ള അപ്പനമ്മമാരെ നോക്കുന്നതാണ് പുതിയ തലമുറയുടെ ഭാഗ്യം എന്നാണ് അദ്ദേഹം പറയുക. ഇന്ന് അപ്പനും അമ്മയ്ക്കും പെരയ്ക്കകത്ത് സ്പേസ് ഇല്ലാതെ പോകുമ്പോൾ അപ്പനമ്മമാരെ ശ്രദ്ധിക്കുക, നോക്കുക. അങ്ങനെ നോക്കുന്നിടത്ത് ദൈവാനുഗ്രഹം ഉണ്ടെന്നാണ് പറയുക.
പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 24 മുതൽ 26 വരെ വാക്യങ്ങൾ. നല്ല കാലത്തോളം ഈ ഭൂമിയിൽ നീ ജീവിക്കേണ്ടതിന് അപ്പനെ ബഹുമാനിക്കണം, അമ്മയെ സ്നേഹിക്കണം. അന്ത്യവിധി മത്തായി സുവിശേഷം 25 അന്ത്യവിധി 31 മുതൽ 46 വരെ വാക്യങ്ങൾ. അവിടെ 5 ചോദ്യങ്ങളാണ് കർത്താവ് ചോദിക്കുക. 1, എനിക്ക് വിശന്നു ദാഹിച്ചു, ഭക്ഷണം തന്നോ, പാനീയം തന്നോ? ആകാശപറവയ്ക്ക്, തർമ്മക്കാർക്ക്, അനാഥർക്ക്, നിരാലംബർക്ക് ഒത്തിരി ഭക്ഷണപാനീയം കൊടുത്തു. തമ്പുരാൻ പറയും, അതിന് വലിയ വിലയൊന്നുമില്ല. 2-ാം സ്ഥാനം, മോനെ മോളെ, നിന്റെ പെരയ്ക്കകത്ത് 80 വയസ്സിൽ അപ്പനായി, ഒപ്പം പ്രായമുള്ള അമ്മയായി, അപ്പ എന്നെ വിളി കേൾക്കാൻ വിശന്നു, അമ്മ എന്നെ വിളി കേൾക്കാൻ വിശന്നു, നിങ്ങൾ അടുത്തിരിക്കാൻ ആഗ്രഹിച്ച് വിശന്നു. സ്നേഹത്തിൻ്റെ ഭക്ഷണം കൊടുത്തോ, സ്നേഹത്തിൻ്റെ പാനീയം കൊടുത്തോ? എങ്കിൽ സ്വർഗം, ഇല്ലെങ്കിൽ നരകം. 2, ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ ആശ്വസിപ്പിച്ചോ. എന്താ രോഗം? പള്ളിയിൽ പോകാൻ മേല, പുറത്തിറങ്ങാൻ മേല, ക്ഷീണിച്ച് കിടക്കുന്ന അപ്പനമ്മമാർക്ക് കൊടുക്കേണ്ട പ്രത്യേക പരിഗണന. എൻ്റെ അപ്പൻ്റെ കണ്ണ് കാണുകയെന്നും പറഞ്ഞ് മാറി നടക്കുകയല്ല, ആ അപ്പന് തൊടാവുന്ന ദൂരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കൊടുക്കണം. അമ്മയുടെ ചെവി കേൾക്കലെന്നും പറഞ്ഞ് മിണ്ടാതെ പോവുകയല്ല, തൊണ്ട പൊട്ടുന്ന പോലെ നമ്മളും നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ സംസാരിപ്പിക്കണം. കുഞ്ഞുങ്ങളെ കൊണ്ടും ഒന്നുമല്ല, ചുമ്മാ മൂളി കേൾക്കണം. കഠിന കിടന്ന കാരണന്മാർക്ക് ഏറ്റവും ഇഷ്ടമാണ് മക്കൾ മൂളുന്നത്. ഇടയ്ക്ക് ചോദിക്കും, ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ടോടാ, കേൾക്കുന്നുണ്ടോടി, ഒന്ന് മൂളിയാൽ മതി. ചില മക്കളും മറ്റും മൂളുന്ന കേട്ടാൽ പൊമറേനിയം പറ്റി കുരയ്ക്കുന്ന പോലെ ചില മക്കളുടെ മൂളൽ. യാ 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 ഓ യാ. ഒരു മകൻ 3 വർഷം കൂടി ജർമ്മനിയിൽ നിന്ന് വന്നു. പ്രായമുള്ള അമ്മ പറഞ്ഞു, മോനെ പിത്തം, കഫം, ചുമ, കൊര, അമ്മയ്ക്ക് വല്ലാത്ത ക്ഷീണം, യാ യാ. 80 അമ്മ അങ്ങനെയൊക്കെ യാ. അമ്മയ്ക്ക് ചൊറിഞ്ഞ് കയറുക. അമ്മ പറഞ്ഞു, മോനെ കാശിയാന കുഴമ്പ്, ഗുളിക, മരുന്ന്, 1 മാസം 1500 രൂപ, യാ. അക്കൗണ്ട് ഞാൻ ഇട്ട് തരുന്നുണ്ടല്ലോ, പിന്നെയും യാ. അമ്മയ്ക്കൊരു ഞെക്ക് കൊടുക്കാനാണ് തോന്നുന്നു. അമ്മോന്, മോനെ അതൊക്കെ പോട്ടെ, അമ്മയുടെ പഴയ ചട്ടയും മുണ്ടും കഴിഞ്ഞ ആഴ്ച ഒരു എലി വെട്ടി. റിയലി ഒന്നുമല്ല മോനെ, പഴയ പെരേലിയാ, അത് വെട്ടി ദൂരെ കളഞ്ഞത്. അടുത്തിരിക്കണം, മൂളി കേൾക്കണം. ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ ആശ്വസിപ്പിച്ചോ. 4, ഞാൻ പരദേശിയായിരുന്നു, നീ എനിക്ക് പാർപ്പിടം തന്നു. ആരാ പരദേശി? മരുമകളുടെ മനസ്സിൽ ഭർത്താവിന് അമ്മയ്ക്കും അപ്പനും സ്ഥാനമില്ലെങ്കിൽ ആ മരുമകൾക്ക് അമ്മായിയപ്പൻ, അമ്മായിയമ്മ പരദേശിയ. മോൻ കെട്ടിക്കൊണ്ടുവന്ന മോൾക്ക് അമ്മയും അപ്പനും സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ആ മരുമകൾ പേരൻസിന് പരദേശിയ. പരദേശികൾ സ്വദേശികളായി മാറണം. നമ്മുടെ മലബാറിലൊരു കാഴ്ചയാണ്, മിക്ക വീടിൻ്റെ മുറ്റത്ത് ഒരു മാവുണ്ട്, ഒരു മാവ്. ആ മാവ് നിൽക്കുമ്പോൾ മാവിൻ്റെ വില ആർക്കും അറിയത്തില്ല. പിന്നീടൊരു കാറ്റത്ത് മാവ് മൂടി ഒടിഞ്ഞു പോയി. മാവ് ഒടിഞ്ഞപ്പോഴാണ് മാവ് മറച്ചു പിടിച്ച ആകാശം എത്ര മനോഹരം, മാവ് ശുദ്ധീകരിച്ച് വായു എത്ര വലുത്. തിരിച്ചറിഞ്ഞത് മാവ് ഒടിഞ്ഞപ്പോഴാണ്. വീട്ടുമുറ്റത്തെ മാവാണ് അപ്പനമ്മ. തളർന്ന് കട്ടിലിൽ കിടക്കുമ്പോഴും അവർ മറച്ചു പിടിച്ചൊരാകാശമുണ്ട്. നമുക്കത് മനസ്സിലാകുകയല്ല. 2 പേരും മരിക്കുമ്പോഴാണ് ഒരു ശൂന്യത അറിയുക. 2 പേരും മരിച്ചാൽ ആ വീട് എൻ്റെ അനിയൻ്റെ വീട്, ജ്യേഷ്ഠൻ്റെ വീട്, പെങ്ങളുടെ വീട്. ഒരാളെങ്കിലും ഉണ്ടോ? എൻ്റെ വീട്. ഒരിക്കലും പരദേശികളാകരുത്. ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കണം. ഇന്ന് പരദേശി എന്ന് പറയുമ്പം നമ്മുടെയൊക്കെ ഓർമ്മ ബംഗാളി, ബീഹാറി, ജാർഖണ്ഡ്, ഒറീസക്കാർ നാട്ടിലുണ്ട്. ഇവരെയാണ് പരദേശി. പെരുമ്പാവൂർ മൂവാറ്റുപുഴ പോകാമെങ്കിൽ ഹോട്ടൽ ഭക്ഷണം മുഴുവൻ ഒറീസ ടേസ്റ്റാണ്. ബസ്സിലെല്ലാം ഹിന്ദിയാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇന്ന് റിട്ടയേർഡ് ഹിന്ദി മാഷുമാർ പ്രായമുള്ള അമ്മച്ചിമാർക്ക് ഹിന്ദി ട്യൂഷൻ കൊടുക്കുക. കാരണം എന്തെങ്കിലും ഹിന്ദിമാരോട് പറയണ്ടേ. ഇപ്പോൾ സാറ് പഠിപ്പിച്ചു, അമ്മച്ചി മേം ആദ്യം വന്നാൽ അവസാനം എന്നാ വെക്കും? ഹും. പേര് പറ. മേരാ നാം അന്നമ്മ ഹും. തും വന്നാൽ എന്നാ വെക്കും? ഹോ. തും കോൻ ഹോ, മേ അന്നമ്മ ഹും. ഇപ്പം മേം വന്നാൽ ഹും, തും വന്നാൽ ഹോ, ആപ്പ് വന്നാൽ എന്നാ വെക്കും? അമ്മച്ചിമാർ പറയും, സാറേ ഞങ്ങളും തിരിച്ചു വെക്കും, ഞങ്ങൾ സഹിക്കുകയല്ല ആപ്പ് വന്നാൽ. തമിഴ്നാട്ടിൽ നിന്ന് ഒരുത്തൻ ഡൽഹി കാണാൻ വേണ്ടി ചെന്നു. ഡൽഹി ചെന്നപ്പം ഹിന്ദിക്കാരൻ ടാക്സി ഡ്രൈവറാണ്. അവന് ഹിന്ദി അറിയത്തുള്ളൂ, ഇവന് തമിഴേ അറിയത്തുള്ളൂ. എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ഇവന് ഇന്ത്യ ഗേറ്റ് കണ്ടാൽ കൊള്ളാം. അവൻ ചോദിച്ചു, തമിഴൻ ആക്ഷൻ കാണിച്ചു, ഉനക്ക് ഇന്ത്യ ഗേറ്റ് തെരിയുമാ? ഹിന്ദിക്കാരൻ ചോദിച്ചാൽ വല്ല പിടിയുണ്ടോ? ഉനക്ക് ഇന്ത്യ ഗേറ്റ് തെരിയുമാ? നിനക്ക് ഇന്ത്യ ഗേറ്റ് അറിയാവോ? ഹിന്ദിക്കാരൻ മനസ്സിലായി, ഇന്ത്യ ഗേറ്റ് തെരിയുമാ, നിൻ്റെ അമ്മയാണോ ഇന്ത്യ ഗേറ്റ്? അവൻ അങ്ങനെ മനസ്സിലായത്. അവൻ പറഞ്ഞു, ഇന്ത്യ ഗേറ്റ് തേരിയുമാ, കുത്തപ്പിലാർ തരാ ബാപ്പാന്നും പറഞ്ഞ് അവനെ ഓടിച്ചെന്നാണ്.
ഇപ്പം പരദേശി എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മ മറ്റു ഭാഷ പറയുന്നവരാ. പെരയ്ക്കകത്ത് ഒരു പരദേശിയുള്ളൂ. അമ്മയ്ക്ക് അപ്പന് സ്ഥാനം കൊടുക്കുന്നില്ലെങ്കിൽ അവരാണ് പരദേശി. 4, ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചോ. പെണ്ണ് കെട്ടിക്കഴിഞ്ഞു, കെട്ടിയവന് ഭാര്യ മാത്രം മതി, അമ്മയ്ക്കും അപ്പനും സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ആ പേരൻസിൻ്റെ ഫീലിംഗ് ആണ് നഗ്നത, നാണം കെട്ട അവസ്ഥ. അതുകൊണ്ടാണ് പെമ്മക്കളെ കെട്ടിച്ചു വിടുന്ന കാരണവന്മാർ ഒരു കാര്യം അന്വേഷിക്കണം. എൻ്റെ മോളെ കെട്ടുന്നവൻ്റെ ജോലി, പണം, വീടിൻ്റെ മുഴുപ്പ്, സ്ഥലത്തിൻ്റെ വിസ്തീർണമല്ല. ആദ്യം അന്വേഷിക്കേണ്ടത് എൻ്റെ മോളെ കെട്ടിച്ചു വിടുന്ന വീട്ടിൽ 7 തലമുറകൾക്കിടയിൽ വെള്ളം കിട്ടാതെ നീറി മരിച്ച ഒരപ്പനുണ്ടോ അമ്മയുണ്ടോ, 7ാം തലമുറ വരെ അത് ശാപമേറ്റ കുടുംബമാണ്. ഇന്ന് നല്ലവരാ, പക്ഷെ ചുമ്മാ പൈസ ചോർന്നു പോകും. എന്നും മരുന്ന്, പക്ഷിക്ക് വസന്ത, നാൽക്കാലിക്ക് പകർച്ചവ്യാധി, തപ്പുമ്പള, നീരി മരിച്ച ഒരമ്മയുടെ കണ്ണുനീര്, നീരി മരിച്ച ഒരപ്പൻ്റെ കണ്ണുനീരുണ്ടോ, 7ാം തലമുറ വരെ ആ കണ്ണുനീര് അങ്ങനെ നിൽക്കും. പൂർണ്ണശാപം ഒന്നേ ഉള്ളൂ, കാരണവന്മാരുടെ കണ്ണുനീര്. ആരുടെയോ പാപത്തിൻ്റെ ഫലം നമ്മൾ വഹിക്കുന്നതല്ല. അപ്പൻ്റെ കണ്ണുനീരും അമ്മയുടെ കണ്ണുനീരും ഒരിക്കലും വീഴരുത്. നഗ്നനായിരുന്നു കുടിപ്പിച്ചോ. 5, ഞാൻ പരദേശിയായിരുന്നു, നീ എനിക്ക് പാർപ്പിടം തന്നു. പരദേശി ആരാ? പരദേശി പാർപ്പിടം തന്നു. 5ാമത് പറയുന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ സന്ദർശിച്ചോ. ഇവിടെ നെല്ലിയെടുക്കത്തെ വീട് ഒരു കാരാഗ്രഹമാകാം. കാരണവന്മാരെ അകത്തിട്ടിട്ട് പുറത്തുനിന്ന് സാക്ഷയിട്ടാൽ അവർ കിടക്കുന്ന മുറി കാരാഗ്രഹം. ഗൃഹവും കാരാഗ്രഹവും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഞാൻ മുറിക്കകത്ത് കയറിയിട്ട് അകത്തുനിന്ന് കുറ്റിയിട്ടാൽ അത് ഗൃഹം. ഞാൻ മുറിക്കകത്ത് കയറുമ്പം അതിലും പുറത്തുനിന്ന് കുറ്റിയിട്ടാൽ അത് കാരാഗ്രഹം. നമ്മൾ അടുക്കൽ വേണം, അപ്പൻ്റെ അമ്മയുടെ അടുക്കൽ നമ്മൾ ഇരിക്കണം. ഇരുന്നില്ലെങ്കിൽ കാരാഗ്രഹം, ഇരിക്കുമ്പോൾ അത് ഗൃഹമായിട്ട് മാറും. ജീവിതത്തിൽ നമ്മൾ കൊടുക്കേണ്ട ശ്രദ്ധ. ഞാനൊരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഒരു സംഭവം കേട്ടു. 80 വയസ്സുള്ള അപ്പനും അമ്മയും ഒറ്റയ്ക്ക് താമസിക്കുക. 3 കേടാമ്പുട്ടന്മാർ ആമ്പിള്ളേർ മാറി താമസിക്കുന്നു. അവർക്ക് അപ്പനെ അമ്മയെ നോക്കാൻ മടിയാണ്, അറപ്പാണ്. അപ്പൻ്റെ പുറത്ത് പൊട്ടിപ്പഴുപ്പാ. അമ്മ കരിയാൻ പൊടിയിടുന്നു, മുറിവ് കരിക്കുന്നു, തുണിമുക്കി തുടയ്ക്കുന്നു, എണ്ണ തൂത്തു കൊടുക്കുന്നു. ഈ 3 പേരും വരികയില്ല. പക്ഷെ കഴിഞ്ഞ 3 മാസമായിട്ട് ഈ 3 അവന്മാരും അപ്പൻ്റെ മുറിയിൽ നിന്ന് മാറത്തില്ല, വാദപ്പടിന്നോട്ട് പൊങ്ങത്തുമില്ല. ആൾക്കാർ ചോദിച്ചു, കൂടിയ ഷെയർ വല്ലതും കൊടുക്കാമെന്ന് പറഞ്ഞോ? മക്കൾക്ക് ഈ മാറ്റം, അതോ കട്ടിയുള്ള ധ്യാനം വല്ലതും കൂടിയോ? അമ്മ പറഞ്ഞു, ധ്യാനവും കൂടിയില്ല, ഷെയറും കൊടുക്കാമെന്ന് പറഞ്ഞില്ല. 3 മാസം മുമ്പ് ഞാൻ പൊടിക്കൈ കാണിച്ചു, അതിൻ്റെ ഇഫക്റ്റാ. എന്താ കാണിച്ചെന്ന് ചോദിച്ചു. 3 മാസം മുമ്പ് ഈ അപ്പനെ നോക്കാനായി സുന്ദരിയായ ഹോം നേഴ്സിനെ കൊണ്ടുവന്ന് ഞാൻ നിർത്തിയതാണ്. പിന്നെ ഇവന്മാർ വാദപ്പടിയൊന്നും പൊങ്ങത്തുമില്ല, കട്ടിലെന്ന് അനങ്ങത്തുമില്ല. അപ്പനെ നോക്കണമെങ്കിൽ ഒരു ബോണസ് പോയിന്റ് പോലെ സുന്ദരിയായ ഹോം നേഴ്സും കൂടെ വേണം. ഇവിടെയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണം. 5, കൊല്ലരുത്. മാർപ്പാപ്പ അതിന് 2 വ്യാഖ്യാനം തരുന്നു. 1, അബോർഷൻ നടത്തരുത്. 2, പരമാവധി മക്കൾക്ക് ജന്മം കൊടുക്കണം. 2 വ്യാഖ്യാനങ്ങളാണ്. അബോർഷൻ നടത്തരുത്. ജെറമിയ 1:5, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട നിമിഷം തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു, തിരഞ്ഞെടുത്തു. ദൈവം തന്ന ജീവൻ ദൈവത്തിന് മാത്രമേ എടുക്കാൻ അവകാശമുള്ളൂ. അമ്മയുടെ മരണത്തിൻ്റെ സാധ്യത, കുഞ്ഞിൻ്റെ മരണത്തിൻ്റെ സാധ്യത, ആ അവസരത്തിലുള്ള അബോർഷനെ കുറിച്ച് പറയാറില്ല. പക്ഷേ സ്വത്ത് ലാഭിക്കാൻ വേണ്ടി, സുഖം വർദ്ധിപ്പിക്കാൻ വേണ്ടി അബോർഷൻ നടത്തിയാൽ ജീവിക്കുന്ന മക്കളുടെ മേൽ ഓർക്കാപ്പുറത്ത് ഒരു ശാപത്തിൻ്റെ വാൾ വന്നു വീഴും. മാർപ്പാപ്പ പറയുന്നു, അങ്ങനെയുള്ള തിന്മ ഒരു കുടുംബത്തിൽ സംഭവിച്ചാൽ ഏതെങ്കിലും പാവപ്പെട്ട സ്ത്രീയുടെ സുഖപ്രസവത്തിന് പണം ചെലവാക്കി പരിഹാരം ചെയ്യണം. പാവപ്പെട്ട പെൺകുട്ടികളെ പഠിപ്പിക്കാൻ സഹായിച്ച് പരിഹാരം ചെയ്യണം. സമ്പത്തില്ലാത്ത കുടുംബത്തിലാണോ ദൈവകരുണയ്ക്കായി യാചിക്കണം, കൊല്ലരുത്. 2020-22 കാലഘട്ടത്തിൽ 59,80,000 പേര് ഡയറക്റ്റ് കൊറോണയിൽ കൊല്ലപ്പെട്ടു, വധിക്കപ്പെട്ടു. യുഎന്നോടെ ആരോഗ്യ മേഖല നമ്മളെ പഠിപ്പിക്കുന്നു. 59,80,000 പേര്. പക്ഷെ ആ 2 വർഷത്തിനിടയിൽ 1,08,00,000 കുഞ്ഞുങ്ങൾ പിറന്നു. അബോർഷൻ നിന്നുപോയി, ഭ്രൂണഹത്യയില്ല, ഗർഭഛിദ്രമില്ല. ഈ കോവിഡിൻ്റെ ശാപം വന്നപ്പോഴും ജന്മത്തിൻ്റെ ഭാഗ്യം അനുഭവിച്ചതാണ് നമ്മൾ. അപ്പോൾ കൊല്ലരുത് എന്ന് പറയുന്നു. കൂടുതൽ പറയുന്നു, പരമാവധി മക്കൾക്ക് ജീവിതം കൊടുക്കണം. 5 മക്കളെ നോക്കാൻ കഴിയുള്ളവൻ 2 കൊണ്ട് നിർത്തരുത്. 8 മക്കളെ നോക്കാൻ പറ്റുന്നവൻ 4 കൊണ്ട് നിർത്തരുത്. എത്ര മക്കളെ നോക്കാൻ പറ്റുമോ
അത്രയും മക്കൾക്ക് ജന്മം കൊടുക്കണം. ഇന്ന് മക്കളിങ്ങനെ പോയി കാരണന്മാർ ഒറ്റയ്ക്കാവുമ്പോൾ പലരും നീറുന്ന കാണാം. മക്കൾക്ക് ഇന്ന് പിടിച്ചിരിക്കാൻ പറ്റുകയില്ല. ശമ്പളം വേണം, ജീവിതം വേണം. അപ്പോൾ അവരെ ഒത്തിരി പേര് പോകുമ്പോഴും 1-2 പേരെങ്കിലും നമ്മളെ നോക്കാൻ നമ്മുടെ നാട്ടിൽ വേണം. ഇതാണ് പരമാവധി മക്കൾക്ക് ജന്മം കൊടുക്കണം. ഞാൻ കഴിഞ്ഞ അവധിക്ക് റാസൽ കൈമയിൽ ധ്യാനിപ്പിക്കുക. ദുബായ് സ്വർണ്ണക്കടക്കാരൻ ജോയി ആലൂക്ക ധ്യാനിക്കാം. ജോയി പറഞ്ഞാൽ 18 മക്കളിൽ ഞാൻ 13ാമത്തേതാണ്. ഞങ്ങളെല്ലാം കഷ്ടപ്പെട്ട് അലഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ കുടുംബം സാവധാനം പച്ച പിടിച്ചു. പരമാവധി മക്കൾക്ക് നമ്മൾ ജന്മം കൊടുക്കുന്നു. ഈ മക്കൾ നാളെ ആരായിത്തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റിയല്ല. ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിലിട്ട് താരാട്ട് പാടും. എന്താ താരാട്ട്? രാരോ രാരിയിലാരോ. നമ്മളോർക്കും കേൾക്കാൻ രസമുള്ള ലല്ലവി വല്ലവി ഈരടി അമ്മ വെറുതെ പാടുകയല്ല. ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിലിട്ട് ആട്ടിക്കൊണ്ട് ദൈവത്തിന് മുഖത്ത് നോക്കി ചോദിക്കുന്ന ചോദ്യമാണ് താരാട്ട്. എന്താണ് ആ ചോദ്യം? എൻ്റെ ദൈവമേ, തൊട്ടി കിടക്കുന്ന ഈ സാധനം ആരാരോ? ഇത് ശിവരശനാണോ? വീരപ്പനാണോ? ഒസാമ ബിൻ ലാദനാണോ? സദ്ദാം ഹുസൈനാണോ? ഇതാരാരോ? ഈ കിടക്കുന്നത് ആരിലാരോ? ഇത് രസതന്ത്രക്കാരി കൂടത്തായി ജോളിയാണോ? ഊർജതന്ത്രക്കാരി സരിതാ നായരാണോ? നയതന്ത്രക്കാരി സ്വപ്നയാണോ? ഇതാരിലാരോ? ഒരു പിടിയുമില്ല. ആക്കുന്നവൻ ദൈവമാ. ഈ മക്കൾക്ക് 3 വിദ്യാഭ്യാസം കൊടുത്ത് നിങ്ങൾ വളർത്തണം. 1 ഭൗതിക വിദ്യാഭ്യാസം. പരമാവധി മക്കളെ പഠിപ്പിക്കണം. ആ കൂട്ടത്തിൽ ചില കാര്യം കൂടി പഠിപ്പിക്കണം. ഒരിക്കലും പേരൻസ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ നിങ്ങളുടെ മക്കളുടെ കയ്യിൽ കൊടുക്കരുത്. നിങ്ങളുടെ മക്കൾക്ക് തൊടാവുന്ന ദൂരത്തിൽ നിങ്ങളുടെ മക്കൾക്ക് ഫോൺ എടുക്കരുത്. ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊല്ലും, നിങ്ങൾ നശിപ്പിക്കും. ഇത് ലോകാരോഗ്യ സംഘടന പഠിപ്പിക്കുന്ന കാര്യമാണ്. കാരണം സീരിയസ് ആയ പേരൻസിൻ്റെ ഫോൺ പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കരുത്. എന്തുവിധം കിള്ളിപ്പറിച്ചെടുക്കും, നിങ്ങളുടെ വില നഷ്ടപ്പെടും. 2 3 വയസ്സിനും 8 വയസ്സിൻ്റെയും പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് 30 മിനിറ്റ് കൂടുതൽ മൊബൈൽ ഫോൺ കയ്യിൽ പിടിക്കാൻ കൊടുക്കരുത്. കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തലച്ചോറിൻ്റെ ക്യാൻസർ 9ാം വർഷം ആരംഭിക്കും. കാരണം ഇതിന് ചൂടുണ്ട്. ഇന്ന് ലോകത്ത് ക്യാൻസർ വരിക കുഞ്ഞുങ്ങൾക്കിടയിൽ. അതുപോലെ കാർട്ടൂൺ കാണിച്ചുകൊണ്ട് ഭക്ഷണം തീറ്റരുത്. അങ്ങനെ കാർട്ടൂൺ കണ്ട് ഭക്ഷണം കഴിച്ചോ 12ാം വയസ്സിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കുടലിൽ അൾസർ ആരംഭിക്കും. ദഹനരസമില്ല. നിങ്ങൾ മുതിർന്നവരും TV കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കരുത്. അത് കുഞ്ഞുങ്ങളെ കാണരുത്. ഇതൊക്കെ ഭൗതിക വിദ്യാഭ്യാസം. അതിൻ്റെ അറിവിൻ്റെ തലങ്ങൾ നമ്മൾ ജീവിതത്തിൽ നോക്കുക, ശ്രദ്ധിക്കുക. തന്നെയല്ല, ഒരുപാട് നേരം ഫോൺ ഉപയോഗിക്കുമ്പോൾ ആ പിള്ളേർ അരിശപ്പെട്ടാലും പിടിച്ചു മേടിക്കണം. കാരണം 2 അപകടം നിങ്ങളുടെ മക്കൾക്ക് വരും എപ്പോഴും ഫോൺ പിടിച്ചാൽ. 1 ഗ്ലൂക്കോസിൻ്റെ ഉൽപ്പാദനം കുറയും. കാരണം നെഗറ്റീവ് എനർജി ഫോണിൽ നിന്ന് വരും. 2 അവർക്ക് പ്രത്യേകിച്ച് നിരാശയും ഡിപ്രഷനുമുള്ള കുഞ്ഞുങ്ങളാകും. ഞരമ്പ് മുറിക്കാനും ആത്മഹത്യ ചെയ്യാനും തോന്നും ഒറ്റയ്ക്ക് ഇരുന്നിരുന്ന്. ഇത് ഇന്നത്തെ അപകടങ്ങളാണ്. അപ്പം പരമാവധി ഫോണിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ മക്കളെ ശ്രദ്ധിക്കണം. ഇന്ന് പേരൻ്റൽ ആപ്ലിക്കേഷനുണ്ട്. കുഞ്ഞുങ്ങൾ ഫോൺ കാണുമ്പോൾ അവർ കാണുന്ന അമ്മയ്ക്ക് അതേസമയം ഫോണെ കാണാം. അങ്ങനെ ഒരു സംവിധാനം ഒന്നുണ്ട് നാട്ടിൽ. അപ്പം അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ സംശയത്തോടെ നോക്കണം ഇന്ന്. കാരണം പഴയ പിള്ളേരല്ല ഇന്നത്തെ പിള്ളേർ. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊങ്ങുഞ്ഞാണ്. പക്ഷെ സമൂഹത്തിൽ നാശം വരാതിരിക്കണോ കുഞ്ഞുങ്ങളെ ഗൈഡ് ചെയ്യണം. ഇതാണ് ഭൗതിക വിദ്യാഭ്യാസം. 2 ആത്മീയ വിദ്യാഭ്യാസം. എന്താ ആത്മീയ വിദ്യാഭ്യാസം? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മിഷൻ ലീഗിൽ, യുവദീപ്തിയിൽ, ക്രിസ്തീയ സംഘടനകളിൽ ഭാഗഭാഗത്വം വഹിക്കണം. ആൺപിള്ളേർ, പെൺപിള്ളേർക്ക് സാധ്യതയുണ്ട്, അവർക്കും ഇല്ലെങ്കിൽ ആൺകുട്ടികൾ 10 വയസ്സാകുന്ന ആൺകുട്ടിയെ നിർബന്ധമായും അൾത്താരബാലനാക്കണം. കാരണം അൾത്താരെ വന്ന് വായിച്ച് കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ഒരു മാനസിക ശക്തി കിട്ടും. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അൾത്താരബാലന്മാരായിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റും, പ്രവർത്തിക്കാൻ പറ്റും. അൾത്താരബാലന്മാർ ചിലപ്പോഴൊക്കെ ആദ്യമൊക്കെ പിള്ളേർ പോകാൻ മടിക്കും. പക്ഷേ കുറേ കഴിയുമ്പം ഓടുന്ന കാണാം. ആദ്യം ചെന്നില്ലെങ്കിൽ മധുപകയിൽ സ്ഥലം കിട്ടിയാൽ കൂട്ടേ ഓട്ടം. ഒരാൺകുട്ടി ആദ്യമായിട്ട് കുർബാനയ്ക്ക് വിടാൻ ചെല്ലുക. അന്ന് വേറെ ആരുമില്ല. പ്രായമുള്ള വികാരിയച്ഛൻ അല്പം മുൻകോപക്കാരനാണ്. നീ തന്നെ ലേഖനം വായിക്കടാന്ന് പറഞ്ഞു. അവൻ പേടിച്ച് വരച്ച് ലേഖനം വായിച്ചു. അവൻ വായിച്ചു ഇങ്ങനെ: പ്രിയ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഗ അപ്പസ്തോല പ്രവൃത്തിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന. ആൾക്കാർ ചിരിച്ചു. അച്ഛൻ തൊണ്ട കുറുക്കി. അച്ഛന് ഇഷ്ടപ്പെട്ടില്ല. അവന് മനസ്സിലായി തിരുത്താൻ പറ്റിയല്ല, അവൻ ബിരുദനാ. അവൻ അച്ഛൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു: ഗുരു അഡ്ജസ്റ്റ് ചെയ്താലും ഏതായാലും വായിച്ചു പോയില്ലേ. ഒരു ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കുന്നു. ആത്മീയ വിദ്യാഭ്യാസം. 3 സെക്സ് എഡ്യൂക്കേഷൻ. എന്താണ് സെക്സ് എഡ്യൂക്കേഷൻ? ആണും കൂടി ജീവിക്കുന്ന കുഴപ്പമില്ല, പെണ്ണും കൂടി ജീവിക്കുന്ന തെറ്റില്ല എന്ന്
പഠിപ്പിക്കുന്ന കോടതി വിധികളുടെ രാജ്യമാണ് ഇന്ത്യ. ഇവിടെ ലൈംഗികതയുടെ ദൈവീകത ആൺകുട്ടിക്ക് അപ്പൻ പറഞ്ഞു കൊടുക്കണം, ദൈവീകത പെൺകുട്ടിക്ക് അമ്മ പറഞ്ഞു കൊടുക്കണം. അറിയത്തില്ലേ, അപ്പച്ച ഞാൻ എവിടെ നിന്ന്, അമ്മച്ചി ഞാൻ എവിടെ നിന്ന്, ഈ ടൈപ്പ് പുസ്തകം മേടിച്ച് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും കൊടുക്കണം. ഇന്ന് പലപ്പോഴുള്ള അപകടം, കുഞ്ഞുങ്ങളുടെ ആഘോഷമായ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് സിസ്റ്റേഴ്സും മറ്റു ടീച്ചേഴ്സും പഠിപ്പിക്കും, എല്ലാം പഠിപ്പിക്കും. കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയല്ലേ. അപ്പോൾ 10 വയസ്സുകാരൻ്റെ സംശയം, ടീച്ചറെ വ്യഭിചാരം ചെയ്യലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ടീച്ചറിന് പറയാൻ മടി. ടീച്ചർ പറഞ്ഞു, ഞാൻ എന്നാ പറയാനാ, നിൻ്റെ അപ്പനോടോ അമ്മയോടോ ചോദിക്കാൻ പറഞ്ഞു. വീട്ടിൽ ചെന്ന് കൊച്ചിന് അപ്പനോട് പേടിയാ. അമ്മ കറിക്കിങ്ങനെ അരയ്ക്കുക, വേർപ്പും കൂടെ വടിച്ച് ഉപ്പാന്നും പറഞ്ഞ് ഇങ്ങനെ ഒഴിക്കുമ്പം ഈ മോൻ ചെന്നു, അമ്മേ എന്നാടാന്ന് ചോദിച്ചു. ഒരു സംശയം, എന്നാടാ ഈ വ്യഭിചാരം ചെയ്യല്, എൻ്റെ അർത്ഥം എന്നാ? ആഹാ, അമ്മയോട് തന്നെ ചോദിക്കണമല്ലേ. ഒരു കിഴുക്കും ഒരു ഉന്തും ഒരു തള്ളും വെച്ച് കൊടുത്തു. അവൻ കരഞ്ഞുകൊണ്ട് പോയി. അമ്മ ഓർത്തു, ഇവനോട് എന്തെങ്കിലും പറയണ്ടേ, ഒരു ബലഹീനത ഉള്ളവനാണ് ഇവൻ, ഇത് മാറ്റാൻ അമ്മ ആഗ്രഹിക്കുന്ന കാലമാണ്. ഈ മോനെപ്പോഴും തലയും കുത്തി നിൽക്കും, തലയും കുത്തി നടക്കും, തലയും കുത്തി നിരങ്ങും. അത് മാറ്റിക്കിട്ടാൻ അമ്മ ആഗ്രഹിക്കുന്ന കാലമാണ്. അമ്മ പറഞ്ഞ, മോനെ, തലയും കുത്തി നിൽക്കുന്നതിനും തലയും കുത്തി നടക്കുന്നതിനും ബൈബിളിൽ പറയുന്ന വാക്കാണ് വ്യഭിചാരം, ഇനി മേലിൽ മോനെ ചെയ്തേക്കല്ല. അവൻ പേടിച്ചു പോയി. ദൈവമേ, എന്തൊരു കഠിന ഭാവി, ഡെയിലി 10 വ്യഭിചാരം വരെ ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ ജീവൻ വരുവൻ തലയും കുത്തി നിൽക്കുകയല്ല. പിറ്റേ ശനിയാഴ്ച പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചിമാരും കുമ്പസാരിക്കാൻ മുട്ടുകുത്തിയപ്പോൾ ട്രൗസറും ഷർട്ടിൻ്റെ ജീവനും ഇടയ്ക്ക് ചാഞ്ഞ് കയറി മുട്ടുകുത്തി. പ്രായമുള്ള അച്ഛനോട് പറഞ്ഞു, അപ്പനെ കുപ്പാന്ന് വിളിച്ചു, അമ്മയെ കുമ്മേന്ന് വിളിച്ചു, പിച്ചിപ്പറിച്ചു, മാന്തിപ്പറിച്ചു, കട്ടി തിന്നു, ഉറക്കം തൂങ്ങി, കള്ളം പറഞ്ഞു. അച്ഛൻ മൂളി കേട്ടു. അവൻ വരുന്നത് മാത്രമല്ല, കടുപ്പോടൊരു പാപം ചെയ്യുമായിരുന്നു, നിർത്തിയിട്ട് 10 ദിവസമായുള്ളൂ. ഇവർ പോടാ, പിള്ളേരാണ് കടുപ്പമുള്ള പാപം ചെയ്യുന്നത്. പിള്ളേരെന്ന് കരുതണ്ട, വ്യഭിചാരമാണ് ചെയ്തത്, ഡെയിലി 10 എണ്ണം വരെ. ഇവർ പോടാ, നുണ പറയാതെ. അവൻ ഓടിയിട്ട് പറഞ്ഞു, പറഞ്ഞാൽ വിശ്വസിക്കാലെന്നറിയാം, പള്ളിയാണെന്ന് കരുതിയല്ല, ഇവിടെയും ചെയ്ത് കാണിക്കാൻ തയ്യാറാ. അവൻ ഓടി വന്ന മധുഭകയുടെ മുമ്പിൽ തലയും കുത്തി കാലും പൊക്കി ഒറ്റ നിപ്പ്. ഇതുകൊണ്ട് തീരുമോ? ഇത് കണ്ടപാടെ പ്രായമായ അങ്കിളുമാരും ആൻറ്റിമാരും മുണ്ടും കുടഞ്ഞു കൊടുത്തുള്ള ഒറ്റ ഓട്ടം. എൻ്റെ ദൈവമേ, ഈ വലിയച്ഛൻ ഇത്രയും ചെറിയ ചെറുക്കനും ഇത് കൂട്ട് പ്രായശ്ചിത്വമാണ് കൊടുക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്നാ വരാൻ പോകുന്നത്? അവിടുന്ന് ജീവനം കൊണ്ട് ഓടിയുന്ന. അപ്പം 3 വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുന്നു: ഭൗതിക വിദ്യാഭ്യാസം, ആത്മീയ വിദ്യാഭ്യാസം, സസ്യവിജയശേഷം. എന്നിട്ട് പ്രായത്തിൻ്റെ പൂർണ്ണതയിൽ എത്തേണ്ട സ്ഥാനത്ത് അവരെ എത്തിക്കുന്നു. 6ാം പ്രമാണം, വ്യഭിചാരം ചെയ്യരുത്. എന്താ അതിൻ്റെ അർത്ഥം? ഭാര്യയ്ക്ക് പുറത്ത് ഒരു സ്ത്രീയുമായി ബന്ധം, ഭർത്താവിന് പുറത്ത് ഒരു പുരുഷനുമായി ബന്ധം, ആ ബന്ധം വ്യഭിചാരം. അതിലൊക്കെ ഉപരി ഇത് നെല്ലിയടുക്കം അല്പം ഗ്രാമപ്രദേശമാണ്. നീലേശ്വരം ഭാഗത്ത് പറയുന്നൊരു വാർത്ത, നെല്ലിയടുക്കം ഉൾപ്രദേശമാണ്. ഇവിടെയുള്ള പല ആണുങ്ങൾക്കും 2 ഭാര്യമാർ വീതമുണ്ട്. ഇവിടെയുള്ള പല പെണ്ണുങ്ങൾക്കും 2 കെട്ടിയന്മാർ വീതമുണ്ട്. ഒരു സഹോദരനെ തുറിച്ചു നോക്കുന്നു. എന്നാച്ചാ ഇങ്ങനെ പറയുന്നത്, അച്ഛൻ തന്നെ പറയാം, വിവാഹത്തിന് മുമ്പ് പെണ്ണുങ്ങളുടെ സ്വപ്നം, ഞാൻ കെട്ടുന്ന പുരുഷന് മമ്മൂട്ടിയുടെ സൗന്ദര്യം, മോഹൻലാലിൻ്റെ സരസ്വഭാവം, ജയറാമിൻ്റെ പമ്മൽ, പൃഥ്വിരാജിൻ്റെ കുറ്റിമീശ, ഉണ്ണിമുഖത്തിൻ്റെ കട്ടിമസിൽ, ഇതൊക്കെ വേണം. പക്ഷെ കിട്ടിയതോ കൊടക്കമ്പി പോലെ മെലിഞ്ഞ ഒരാൾ. അങ്ങനെ ആളെ കിട്ടിയിട്ട് പിന്നെ മസിലുള്ള ആളെ ഓർത്താൽ അത് ഹൃദയത്തിലെ വ്യഭിചാരം. ദൈവം ആരെ തന്നോ തന്നയാൾ പിന്നെ ഒരു സ്വപ്നമില്ല. ആണുങ്ങളുടെ സ്വപ്നം, ഞാൻ കെട്ടുന്ന പെണ്ണിന് 80കളിലെ ശോഭനയുടെ വണ്ണം, 90കളിലെ കാവ്യമാധവൻ്റെ കണ്ണ്, 2000-ലെ മഞ്ജു വാര്യരുടെ പല്ല്, സമ്പ്രദാസൂരിൻ്റെ കോമ്പല്ല്, ഇതെല്ലാം വേണം. പക്ഷെ കിട്ടിയതോ ചാളമേരിയെ പോലെ ഒരെണ്ണം. ആരെ തന്നാലും തന്ന ആളെ കൊണ്ട് സന്തോഷം. കല്യാണം കഴിഞ്ഞ് പഴയ ഓർമ്മകൾ വെക്കരുത്. ദൈവം ആരെ തന്നോ തന്ന ആളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണം. എല്ലാ ആണുങ്ങൾക്കും നമുക്കറിയാം, കല്യാണത്തിന് മുമ്പ് പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ ഒരു വികാരമുണ്ട് സ്ത്രീകളോട്. അത് ആണിൻ്റെ ആണത്വത്തിൻ്റെ ഭാഗവും കൂടിയാണ്. ഒരാൾ പറയാം, അച്ഛൻ എനിക്ക് വയസ്സ് 28ആയി, ഒരു പെണ്ണിനോടും എനിക്കൊന്നും ഇതുവരെ തോന്നിയിട്ടുമില്ല, കല്യാണം കഴിച്ചിട്ടുമില്ല, അതിനകത്തൊരു പുണ്യവുമില്ല. അങ്ങനെ പറയുന്ന ആളോടുള്ള മറുപടി, പൊന്നു മോനെ, നിൻ്റെ മർമ്മപ്രധാനമായ ഏതോ ഞരമ്പ് വിട്ടുപോയി എന്നുള്ളതാണ്. ആണാണോ താല്പര്യം തോന്നും, പെണ്ണാണോ താല്പര്യം തോന്നും. പക്ഷെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ കിട്ടിയ പെണ്ണ്, കിട്ടിയ പുരുഷൻ, അല്ലാത്തൊരു ചിന്തയേ ഇല്ല. വ്യഭിചാരം ചെയ്യരുത്. 7, നമ്മൾ പറയുന്നു, വൃത അന്യൻ്റെ നാമം നശിപ്പിക്കരുത്. അവനാ പറയുക, പേരുദോഷങ്ങൾ വരുത്തുന്നതൊന്നും നമ്മൾ ചെയ്യരുത്. പണ്ട് ഊമക്കത്തുണ്ട്, കള്ള ഫോൺ വിളിയുണ്ട്, പല വിധത്തിലുണ്ട്. ഇന്ന്
മനുഷ്യൻ്റെ പേര് നശിപ്പിക്കുന്നതാണ് വാട്സപ്പ് മെസ്സേജുകൾ. വാട്സപ്പിൽ ഒരുപാട് കള്ളത്തരങ്ങൾ പ്രചരിക്കാറുണ്ട്. ഈയിടെ ഒരു സീരിയൽ നടൻ മരിച്ചെന്ന് പറഞ്ഞ വാർത്ത, അദ്ദേഹം തന്നെ വന്ന് പറഞ്ഞു, ഞാൻ മരിച്ചിട്ടില്ല കേട്ടോ, ഞാനുണ്ട്. എസ് ജാനകി അമ്മ മരിച്ചെന്ന് 3 പ്രാവശ്യം വാർത്ത വന്നു. ജാനകി അമ്മ മരിച്ചിട്ടില്ല. ഇന്നസെൻ്റ് മരിക്കുന്നതിന് മുമ്പേ വന്നു ഇന്നസെൻറ്റിൻ്റെ ശവോടകനെ കുറിച്ച്. അപ്പോൾ നമ്മൾ വാട്സപ്പിൽ എന്ത് കിട്ടിയാലും ഉടനെ ഷെയർ ചെയ്യരുത്. സത്യമാണെന്നറിയാതെ ഷെയർ ചെയ്യരുത്. തന്നെയുമല്ല, ആരെയും പേര് നശിപ്പിക്കുന്ന കാര്യമാണോ ഷെയർ ചെയ്യരുത്. മറ്റുള്ളവർക്ക് നന്മ വരുന്ന കാര്യമാണോ ഷെയർ ചെയ്യണം. ഇല്ലെങ്കിൽ ഷെയറിങ് നടത്തരുത്. ഇതാണ് പറയുക. ഒരിക്കലും മറ്റുള്ളവരുടെ പേര് നശിപ്പിക്കരുത്. 8, മോഷ്ടിക്കരുത്. എന്താ മോഷ്ടിക്കരുത്? മോഷ്ടിക്കരുതെന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തതൊന്നും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയല്ലേ. എൻ്റെ ഇരിക്കുന്ന പൈസ എനിക്ക് അർഹതയുള്ളതാകണം. 500 രൂപ കൂലിയുള്ളത് ഒരു പാവപ്പെട്ടവനെ 300 രൂപയ്ക്ക് പണിയിപ്പിച്ചാൽ അവൻ സമ്മതിച്ച് പണിതാണെങ്കിലും നാട്ടു നടപ്പിൽ 200 രൂപ കട്ട കള്ളനാണ് ആ മുതലാളി. 500 രൂപയ്ക്ക് പണിതിട്ട് 250 പണിയും പണിത് തൂമ്പായ്ക്ക് മുലയൂട്ടിരിക്കുന്ന പണിക്കാരനാണോ അവൻ 250 കട്ട കള്ളനാണ്. 1100 രൂപ ടച്ച് മേടിക്കുന്ന ആശാരി എപ്പോഴും പെൻസിലും കുറിപ്പിച്ച് വരച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ അവൻ കള്ളനാണ്. അവൻ്റെ മക്കൾക്ക് അനുഭവിക്കാൻ പറ്റിയല്ല. മേടിക്കുന്ന കാശിന് ആനുപാതികമായ പണി ചെയ്യണം. അർഹതയുള്ള പണമേ കൈ മേടിക്കാവൂ. ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സ് ശമ്പളമുള്ളവൾ ആശുപത്രിയിൽ നിന്ന് വരുമ്പോൾ 5 ഗുളിക പോക്കറ്റിൽ തള്ളിക്കയറ്റിയാൽ അവൾ കള്ളിയാണ്. അർഹതയുള്ളതല്ലത്, അർഹതയില്ലാത്തതാണ്. അപ്പം നമുക്ക് അർഹിക്കുന്നത് കയ്യിൽ വെക്കാൻ പാടുള്ളൂ. ഒരു സപ്ലൈ ഓഫീസർ അച്ഛനെ കാണാൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛോ, ലോകം മുഴുവൻ കള്ളത്തരം. എന്താ? ഒരു റേഷൻ കടക്കാരൻ ഫയലിൽ ഒപ്പിടാൻ വേണ്ടി 500 രൂപ കൈക്കൂലി തന്നത് കള്ളനോട്ടായിരുന്നു. എന്തൊരു മര്യാദ കേടാ. കൈക്കൂലിക്ക് കുഴപ്പമില്ല, കള്ളനോട്ടിനാണോ പ്രശ്നമുള്ളത്? മനസാക്ഷിക്കുത്തുണ്ടാകുന്ന ഒന്നും കൈ വെക്കരുത്. മനസാക്ഷിക്കുത്തുള്ള 10 പൈസയുള്ളൂ, അത് മോഷണമാണ്. അത് നമ്മളെപ്പോഴും ഓർത്തോണം. ഈ മനസാക്ഷി ദൈവം മനുഷ്യന് മാത്രം നിന്ന ഒരു വലിയ സമ്മാനമാണ്. കാളയുടെ ചങ്ക്, പോത്തിൻ്റെ ചങ്ക്, പന്നിയുടെ ചങ്ക്, മനുഷ്യന് മനസാക്ഷി. മനസാക്ഷി ഉള്ളതുകൊണ്ടാണ് രാവിലെ പറ്റിയ തെറ്റ് വൈകിട്ട് സോറി എന്ന് പറഞ്ഞ് തിരുത്താൻ പറ്റുന്നത്. കൊതുകോ ബിന്ദോ പ്രാണിയോ എരുമ മൂരി പശുവിനെ കടിച്ചാൽ അടുത്തുള്ള മരത്തേലും അതിൽ 2 തിരുമ ഒറ്റ ഒരുമ. മൃഗത്തിൻ്റെ കടി തൊലിക്കടി, മനുഷ്യൻ്റെ കടി മനക്കടി എന്നാണ് പറയുക. മനസാക്ഷി നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഓർക്കും, അച്ഛൻ മനസാക്ഷി എന്ന് പറയുന്നു. അതിരിക്കുന്ന സ്ഥലവേദ ഞാൻ തന്നെ പറഞ്ഞു തരാം. ആരും പരീക്ഷിക്കരുത്, പരിശോധിക്കരുത്. ഇന്ന് 9 മണിക്ക് നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ വീട്ടിൽ ചെന്നിട്ട് അടുക്കളയിൽ നിന്ന് ഏറ്റവും മൂർച്ചയുള്ള കരക്കത്തി കയ്യിലെടുക്കുക. കിടക്കുന്ന മുറി വന്നിരിക്കുക, വാതിലടയ്ക്കുക. ഡിം ലൈറ്റിൽ തൊണ്ട മുതൽ പൂക്കളിൻ്റെ അവിടെ വരെ കീഴോട്ട് കത്തിക്കൊണ്ട് നേരെ കീറിയിട്ട് വാരിയെല്ലും മാംസം കൊണ്ട് പൊക്കിപ്പിടിച്ച് നിങ്ങൾ അകത്തേക്ക് നോക്കുക. ഇപ്പോൾ ഒരു കാഴ്ച കാണാം. കറങ്ങുന്ന ഒരു വൃത്തം, അതിനകത്ത് കറങ്ങുന്ന ഒരു ത്രികോണം ഇങ്ങനെ കറങ്ങുമ്പം ഇടയ്ക്കിടയ്ക്ക് വന്ന് അതിൻ്റെ മൊന വന്ന് വൃത്തത്തെ കുത്തിയിട്ട് പോകും. ആ കുത്തിൻ്റെ പേരാണ് മനസാക്ഷി കുത്ത് എന്നും പറഞ്ഞ് ഇതിങ്ങനെ കുത്തിയിട്ട് പോകും. അന്തസ്സില്ലാത്ത വർത്തമാനം അപ്പനോടോ അമ്മയോടോ പറഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ത്രികോണം വൃത്തത്തെ കുത്തും. നിലവാരമില്ലാത്ത വാക്ക് ഭർത്താവിനോട് പറഞ്ഞാൽ ത്രികോണം വൃത്തത്തെ കുത്തും. മാന്യതയില്ലാത്ത വാക്ക് ഭാര്യയോട് പറഞ്ഞാൽ ത്രികോണം വൃത്തത്തെ കുത്തും. ശാപവാക്കം മക്കളോട് പറഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ത്രികോണം വൃത്തത്തെ കുത്തും. ഇതാണ് മനസാക്ഷി കുത്ത്. ചില ആൾക്കാരുണ്ട്, ത്രികോണം വന്ന് കുത്തുമ്പോൾ തെന്നി മാറിപ്പോവും. അവസാനം ത്രികോണത്തിൻ്റെ മൊനയെ ഒടിഞ്ഞിട്ട് വൃത്തത്തിൽ ഉരുമിയിട്ട് പോവും. പിന്നെ മനസാക്ഷിത്വത്തിന് വരും ഇക്കിളി എന്ന് പറയുന്ന ഒരു വികാരത്തിലേക്ക് വരും. ഇന്ന് പലർക്കും ഈ മനസാക്ഷിത്വത്തിന് വരും ഇക്കിളിയാണ്. എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇക്കിളി. മോഷ്ടിക്കരുത്, അർഹതയില്ലാത്തൊന്നും കയ്യിൽ വെക്കരുത്. 9, അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്. അതിൻ്റെ അർത്ഥം എന്താ? എന്തിനും കട്ടെടുത്തു എന്നല്ല. ദൈവം ഒരു ജീവിത നിലവാരം നിന്നും ആ നിലവാരത്തിൽ ഒതുങ്ങി നിന്ന് ജീവിക്കാൻ പഠിക്കണം. മക്കൾ വഴി കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കണം. നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കണം. പക്ഷെ ചുമ്മാ വാശിക്ക് കടം മേടിച്ച് ഒന്നും ചെയ്യരുത്. എനിക്ക് 5 ലക്ഷത്തിൻ്റെ ചെറിയ ഒരു കാറ് മേടിക്കാനുള്ള കാശും അയൽവാസിക്കൊപ്പം നിൽക്കാൻ വേണ്ടി 5 ലക്ഷം കടമെടുത്ത് കാറ് മേടിച്ചാൽ 9ാം പ്രമാണത്തിൽ ലംഘനമാണ്. അന്യൻ്റെ വസ്തു ആഗ്രഹിക്കുന്നു. 10 ലക്ഷത്തിന് ചെറിയൊരു പെരയുണ്ടാക്കാനേ പറ്റൂ. കൂട്ടുകാരനൊപ്പം നിൽക്കാൻ 15 ലക്ഷം കടമെടുത്ത് 25 ലക്ഷത്തിൻ്റെ പെരയും പണിത് 15 ലക്ഷം കടവുമാണെങ്കിൽ 9ാം പ്രമാണത്തിൽ ലംഘനമാണ്. നൽകപ്പെട്ട ജീവിത സാഹചര്യത്തിൽ
ഒതുങ്ങി ജീവിക്കാൻ പഠിക്കണം. ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ ഒതുങ്ങണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടുന്ന ചികിത്സ അച്ഛനായ ഞാൻ പ്രതീക്ഷിക്കരുത്. അച്ഛനായി എനിക്ക് കിട്ടുന്ന ചികിത്സ ഒരു തർമ്മക്കാരൻ പ്രതീക്ഷിക്കല്ലേ. ദൈവം കൊടുത്ത സാഹചര്യമുണ്ട്, അതിനകത്ത് ഒതുങ്ങി നിൽക്കുക. അതിനപ്പുറം ആർത്തി കാണിക്കുന്നത് പാപമാണ്, പരിശ്രമിക്കുന്നത് പുണ്യമാണ്. 10, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. ആണുങ്ങളോട്, പെണ്ണുങ്ങളോട്, കൂട്ടുകാരിയുടെ കെട്ടിയവനെ ദാഹിക്കരുത്. കിട്ടിയ പുരുഷൻ, കിട്ടിയ സ്ത്രീ ഒരു വണ്ടിയെ കയറിയിട്ട് മറ്റൊരു വണ്ടിയെക്കുറിച്ച് ഒരിക്കലും ഓർക്കാതിരിക്കുക. ഞാൻ കണ്ണൂരിൽ നിൽക്കുമ്പോൾ എനിക്ക് തിരുമേനി വരെ ഒന്ന് പോകണം. അപ്പോൾ അതേ സമയത്ത് കോഴിക്കോടിനും പോകണം. കോഴിക്കോട് വണ്ടിയെ കയറി ഇരിക്കുമ്പോഴേ ഓർക്കുക, തിരുമേനി വണ്ടി ആയിരുന്നു വരിയിൽ എനിക്ക് തളിപ്പറമ്പ് കാണാമായിരുന്നു. ചിന്തിക്കുകയാണ് സാവധാനത്തിൽ. ആലക്കോട് കാണാം, റേറോം കാണാം, തേർത്തല്ലി കാണാം, അങ്ങനെ ചെറുപുഴയുടെ സൈഡ് കാണാം. അങ്ങനെ കണ്ട് തിരുമേനി വരെ കാണാം ഓർക്കല്ലേ. കോഴിക്കോട് വണ്ടിയെ കയറുമ്പോൾ മുതൽ ആസ്വദിക്കാൻ പഠിക്കണം. തലശ്ശേരിയുണ്ട്, മാഹിയുണ്ട്, വടകരയുണ്ട്, കൊയിലാണ്ടിയുണ്ട്, കോഴിക്കോടുണ്ട്. അവിടം വരെ ഞാൻ ആസ്വദിക്കാൻ പഠിക്കണം. ഞാൻ കത്തോലിക്ക സഭയിൽ പൗരോഹിത്യത്തിൻ്റെ വണ്ടിയെ കയറിയിട്ട് 3 പതിറ്റാണ്ടുകൾ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു കല്യാണമായിരുന്നു മെച്ചപ്പെട്ട വണ്ടി. കോഴി കണ്ടേനെ, കൊക്കോ കണ്ടേനും, വീട് കണ്ടേനും ഓർക്കരുത്. എൻ്റെ വണ്ടി ആസ്വദിക്കണം. എങ്ങനെ സംസാരിപ്പിക്കാം, എങ്ങനെ കുർബാനയെല്ലാം, എങ്ങനെ ധ്യാനിപ്പിക്കാം, എങ്ങനെ കൗൺസിലിംഗ് നടത്താം, എങ്ങനെയൊക്കെ നോക്കിയാൽ നിങ്ങളുടെ കയ്യിലെ പൈസ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെ ഓർത്തോർത്ത് ഞാൻ സന്തോഷത്തോടെ ജീവിക്കണം. എൻ്റെ വണ്ടി തെറ്റിപ്പോയോ ദൈവമേ എന്ന് ഓർക്കുമ്പോഴാണ് എന്നോട് കോളേജിൽ പഠിച്ച 3 മക്കളുടെ അപ്പൻ്റെ കത്ത് പൊന്നി ജോസഫ് വെച്ച, ഇനി അപ്പനായവരെ അച്ഛനാക്കുന്ന സഭ വല്ലതുകൊണ്ടോ. അവൻ്റെ വണ്ടിയും എടുത്തു. കുറച്ച് നാൾ മുമ്പ് എന്നെ പഠിപ്പിച്ച ഒരു റിട്ടയേർഡ് സാറ് ചോദിച്ചു, ജോസഫ് വെച്ച ഒരു ചോദ്യം ചോദിച്ചാൽ സത്യമായ മറുപടി പറയണം. ഞാൻ പറഞ്ഞു, ചോദിക്കുക, അച്ഛനായി കഴിഞ്ഞാൽ എന്നേലും പെണ്ണ് കെട്ടണമെന്ന് കാര്യമായി തോന്നിയിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു, അതെന്താ? അച്ഛൻ്റെ പ്രസംഗം കഴിഞ്ഞ് ഞങ്ങൾ കുടുംബത്തോടെ ചിരിക്കാറുണ്ട്. അച്ഛന് വേണ്ടാത്ത വല്ല തോന്നലും ഉണ്ടോയെന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഞാൻ സത്യം പറയാമല്ലോ, 6 മാസം മുമ്പ് ഒരു ദിവസം അടുപ്പിച്ച് 3 പ്രാവശ്യം ഇന്ന് കെട്ടണം, ഇപ്പം കെട്ടണമെന്ന് കാര്യമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്താ? ധ്യാനിപ്പിച്ച് മടുത്തു വന്ന തുണി അലക്കി കൈയുടെ ഒരം കഴിച്ചു കൂട്ടിയപ്പം ഒരു പെമ്പർ നോത്തി ഉണ്ടായിരുന്നെങ്കിൽ അലക്കി കിട്ടിയതിനല്ലോ എന്ന് ഞാനൊന്ന് ചിന്തിച്ചു പോയി. അപ്പോൾ ആ സാറ് പറഞ്ഞു, പൊന്നി ജോസഫ് വെച്ച ഇനി മേലിൽ അങ്ങനെ ഓർത്തേക്കരുത്. അതെന്താ? എൻ്റെ അച്ചു എൻ്റെ പെമ്പർ നോത്തി ഇന്നും അവിടെ സകലമാന തുണിയും എന്നെ കൊണ്ട് അച്ഛാ അലക്കിപ്പിക്കുന്നത്. എവിടെയാണോ അവിടെ ഉറച്ചിരിക്കുക, മറ്റൊന്ന് ഉറക്കാതിരിക്കുക. കൊറോണ വൈറസ് ഒരു കാര്യം നമ്മളെ പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? പള്ളി പൂട്ടിപ്പോവും, പാർട്ടി ഓഫീസ് പൂട്ടിപ്പോവും, കുടുംബശ്രീ ജനശ്രീ ഇല്ലാതാവും. പക്ഷെ ഒന്നുമുണ്ട്, വീട്. ബാക്കിയെല്ലാം പോവും, വീടുണ്ട്. വീടാണ് പ്രധാനപ്പെട്ടതെന്ന് ഈ കൊറോണ വൈറസ് പഠിപ്പിച്ചു. വീട് 5 കേന്ദ്രങ്ങളായി മാറി. 1, വീട് ഒരു ദേവാലയം, വീട് ഒരു ദേവാലയം, കുടുംബം ഒരു ദേവാലയം. ഒരുമിച്ച് TV കണ്ടു, ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ഒരുമിച്ച് ആരാധിച്ചു, ഒന്നിച്ച് വചനം കേട്ടു, ഒരുമിച്ച് ബലി അർപ്പിച്ചു. കുടുംബസഭ. ഒരു കുടുംബത്തിൽ എല്ലാവരും TV കാണുക, കുർബാന കാണുക. കെട്ടിയവനോട് ഭാര്യ പറഞ്ഞു, പൊന്നു മനുഷ്യ ഇങ്ങനെ വരുന്നില്ല കുർബാനയ്ക്ക്, വരുന്നടി. അകത്ത് പോയി ഒരുങ്ങി പവടറിട്ട് തോളെ തോർത്ത് വിട്ടുകൊണ്ട് വീടിൻ്റെ ചവിട്ടുപടിയെ പോയിരുന്നു. അതിനാ മനുഷ്യ അവിടെ ഇരിക്കുന്നു വെച്ചു. അല്ല, പള്ളിയിൽ പോകുന്ന അതേ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയാണ്. എപ്പോഴും പുറത്തിരുന്ന കുർബാന കണ്ടിട്ടുള്ളൂ, അകത്ത് കയറിയിട്ടില്ല. അപ്പോൾ കുടുംബം ഒരു ദേവാലയം. ഇവിടെയാണ് പറയുക, കൊറോണ വൈറസ് കഴിയുമ്പോഴും കാരണവന്മാർ കുഞ്ഞുങ്ങളെ പള്ളിയിൽ കൊണ്ടുവരണം, നിർബന്ധമായിട്ട് പള്ളിയിൽ കൊണ്ടുവരണം. അല്ലെ പള്ളിയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും നമ്മുടെ മക്കൾ അകലും. അങ്ങനെ അകലുമ്പോൾ നിങ്ങൾക്ക് വൃദ്ധമന്ദിരത്തിൽ അത്താഴം ഒരുങ്ങുന്ന കാലം ദൂരത്തല്ല, ദേവാലയത്തോട് മക്കളെ ചേർത്ത് നിർത്തണം. ഒരു മകൻ 5-ാം വയസ്സിൽ പള്ളിയിൽ അമ്മ കൊണ്ടുവന്നു. 3-ാം വയസ്സിൽ വന്നതാ. പിന്നെ 2 വർഷം കൊറോണ, 5-ാം വയസ്സിൽ വന്നു. മോൻ ആനവാതുകൾ അമ്മയോട് ചേർന്ന് വന്നു. അവൻ അൾത്താരെ നോക്കിയിട്ട് അമ്മയോട്, അമ്മേ ബാഹുബലി, അമ്മേ ബാഹുബലി. അവൻ കൊറോണ കാലത്ത് കണ്ട പടം ബാഹുബലിയാണ്. അവൻ പള്ളി വന്നപ്പോഴുണ്ട് കുതിരപ്പുറത്ത് ഗീവ്രസ് പുണ്യാളിരിക്കുന്നു. അമ്മേ ബാഹുബലി. ഈശോയെ പരിചയപ്പെടുത്തണം, പള്ളിയെ പരിചയപ്പെടുത്തണം, ദേവാലയത്തെ പരിചയപ്പെടുത്തണം. കുടുംബം ദേവാലയമാകണം. 2, വീട് വിദ്യാലയമാകണം. വിദ്യാലയം. അപ്പനമ്മമാർ ജീവിക്കുന്ന കണ്ടു വേണം മക്കൾ പെരുമാറാൻ. ചെറുപ്പക്കാർ ദമ്പതിമാർ പ്രായമുള്ള അപ്പനോടും അമ്മയോടും എങ്ങനെ പെരുമാറുമോ അങ്ങനെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വാർദ്ധക്യത്തിൽ നിങ്ങളോട് പെരുമാറും. മാതൃകാ ജീവിതം അപ്പനമ്മമാർ നയിക്കണം. മക്കൾ കണ്ടുപഠിക്കണം. ആൾക്കാർ പറയണം അവരവരുടെ അപ്പനെയും അമ്മയും നോക്കുന്ന കണ്ടോ,
കുഞ്ഞുങ്ങളുടെ അനുസരണം കൊണ്ടോ അങ്ങനെ പറയുന്ന വിധത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ ഫോം ചെയ്യണം. ഒരു വീട്ടിൽ 75 വയസ്സുള്ള വല്യപ്പൻ ചാരികസേനയെ കാലം നീട്ടിയിരുന്ന പത്രം വായിക്കുന്നു. 6 വയസ്സുള്ള പേരക്കുട്ടി പറഞ്ഞു, വല്യപ്പ കണ്ണട ഊരിയിട്ട് കണ്ണൊന്ന് അടയ്ക്കാവൂ. വല്യപ്പൻ പറഞ്ഞു, പത്രവായന കഴിയിട്ടടാ, അരമണിക്കൂർ പത്രം വായിച്ചു, കണ്ണട ഊരി വെച്ചു, വാടാ ഇനി കളിക്കാം. അവൻ ചെന്ന് വല്യപ്പൻ്റെ മടിക്കരുന്നു, കണ്ണെ പിടിച്ച് തിരുമി. ശരിക്കും അടഞ്ഞല്ലേ? അടഞ്ഞു. ഓ, ഇനി ഞങ്ങളുടെ വീട്ടിൽ സമാധാനമായെന്നാണ് തോന്നുന്നു. അതിനാടാ എല്ലാ രാത്രിയിലും മമ്മി കിടക്കാൻ നേരത്ത് ഡാഡിയോട് പറയുന്നേക്കാം, വല്യപ്പൻ്റെ കണ്ണടഞ്ഞാൽ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവൂ. നമ്മളെങ്ങനെ പെരുമാറുന്നോ അത് മക്കൾ കണ്ടുപിടിക്കുന്നു. വീട് വിദ്യാലയമാകണം. 3, വീട് ലളിത ജീവിത ശൈലി പഠിപ്പിക്കണം. അനാവശ്യ വസ്തുക്കൾ മേടിക്കുന്ന പേരൻസ് കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നത് പണത്തിന് വിലയില്ലെന്നാണ്. കയ്യും കണക്കുമില്ലാതെ ഉള്ള പൈസ വെറുതെ ലാവിഷായിട്ട് ചെലവഴിക്കുമ്പോൾ കിട്ടുന്ന മെസ്സേജ് പൈസയ്ക്ക് വിലയില്ലെന്നാണ്. കൊറോണ വൈറസ് നമ്മളെ പഠിപ്പിച്ചത് എന്താ? മിനിമം മതി, ഈ നൈറ്റ് മതി, ഈ ചുരിദാർ മതി, ഈ കൊലുസ് മതി, ഈ ഭക്ഷണം മതി, ഈ വീട് മതി പറയാൻ പഠിപ്പിച്ചു. ഞാൻ ഉഴവൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ അയൽവക്കത്ത് 45 വയസ്സുള്ള ഒരു സ്ത്രീ, അവളുടെ വലിയ ആഗ്രഹമായിരുന്നു 1 ഗ്രാം തൂക്കമുള്ള മൂക്കിൽ തുളച്ചിടണം. എരുമപ്പാൽ വിറ്റിയിട്ട് കാശ് കൊണ്ട് 2020 ഫെബ്രുവരി 1-ാം തീയതി 1 ഗ്രാം തൂക്കമുള്ള മൂക്കുത്തി മേടിച്ചു. ഫെബ്രുവരി 14-ന് വാലന്റൈൻസ് ഡേയിൽ മൂക്ക് തുളച്ച് കെട്ടിയവരെ കൂടെ തന്നെ മൂക്കെ കിടിച്ച് കയറ്റി കിട്ടു. പിന്നെ 10 ദിവസം മൂക്കുത്തിയാട്ടി ആ സഹോദരി ഒഴിവൂരിൽ കൂടെ നടന്നു. അതിൻ്റെ 10-ാം ദിവസം സർക്കാരിൻ്റെ ഓർഡർ, മാസ്ക് വെച്ച് മൂക്ക് മറയ്ക്കുക. ഈ സ്ത്രീ പറഞ്ഞു, ആരെ കാണിക്കാനാ ഈ കുന്ത്രാണ്ടം കുത്തിക്കരുത്, ആരെ കാണിക്കാനാ? മിനിമം മതി എന്ന് ദൈവം ലോകത്തെ പഠിപ്പിച്ചതാ കൊറോണ വൈറസ്. ആ രീതി ജീവിക്കാൻ മക്കളെ പഠിപ്പിക്കണം, നമ്മളും ജീവിക്കണം. 4, വീട് എല്ലാവരെയും ശ്രദ്ധിച്ച് കേൾക്കാൻ സമയമുണ്ടായി. പ്രായമായ അപ്പനന്മാരെ കേൾക്കാൻ സമയം, ഭാര്യയെ കേൾക്കാൻ സമയം, ഭർത്താവിനെ കേൾക്കാൻ സമയം, എല്ലാവരെയും കേൾക്കാൻ സമയമുണ്ടായി കൊറോണ വൈറസിൻ്റെ സമയത്ത്. 5, വീട് നല്ല ഭക്ഷണശാലയായി. അമ്മയുടെ കൈകൊണ്ട്, ഭാര്യയുടെ കൈകൊണ്ട്, പെങ്ങളുടെ കൈകൊണ്ട് ഭക്ഷണം കിട്ടിയപ്പോൾ ആ വീട് നല്ല ഒരു ഭക്ഷണശാലയായി. ഉദരരോഗങ്ങൾ മാറിപ്പോയി. വീടാണ് കേന്ദ്രം. അപ്പോസ്തല പ്രവൃത്തി 16:32. കർത്താവായ ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും.